ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ റീസെൻ്റ് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ. ഒരു ക്ലോക്കിലെ സമയം 3:15 ആയാൽ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ഇത് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും ഇത്. അത് മാത്രമല്ല, പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്ന രീതിയുണ്ട്. ആ രണ്ടും പറഞ്ഞുതരാം. ഓക്കെ, പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി നമ്മൾ ആദ്യം ചെയ്യും. പിന്നീട് ഇത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടാണ് ഇത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സമയം 3:15 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 30h - 11/2 m ആണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m. h എന്ന് വെച്ചാൽ അവർ, എം എന്ന് വെച്ചാൽ മിനിറ്റ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. എച്ച് എന്ന് വെച്ചാൽ അവറും എം എന്ന് വെച്ചാൽ മിനിറ്റും. ഇവിടെ ഇത് അവർ, ഇത് മിനിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ 30 × h. h എന്ന് വെച്ചാൽ അവർ 3 മണിക്കൂർ മൈനസ് 11/2 × m, മിനിറ്റ് എന്ന് വെച്ചാൽ 15. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമുക്കിത് ഗുണിക്കാം. 3 × 30 × 3 90 മൈനസ് ഇവിടെ കിട്ടുമ്പോൾ 15 × 11 15 × 11 വെച്ചുമ്പോൾ 165 വരും. 165/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് കുറയ്ക്കാം. 90 മൈനസ് ഇവിടെ 8 7 14 = 1 2 10. ഓക്കെ, 8 2 4 ശിഷ്ടം 1. ഓക്കെ, 90 മൈനസ് 82 82.5. 90ൽ നിന്ന് 82.5 കുറച്ചു. 90 82 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 7.5 എന്ന് കിട്ടി. 7.5 ഓർ എന്താ 7.5 ഡിഗ്രി എന്ന് കിട്ടും. ഒന്നുകിൽ 7.5 അല്ലെങ്കിൽ 7.5 ഡിഗ്രി എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ആകുമ്പോൾ h എന്ന് വെച്ചാൽ അവർ, m മിനിറ്റ്. അപ്പോൾ 3 മണിക്കൂർ 15 മിനിറ്റ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 7.5 ഡിഗ്രി എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ 7.5 ഡിഗ്രി എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ സാധാ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിലെ കുറച്ച് സമയങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 1:05. ഈ 1:05 ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഏകദേശം മണിക്കൂർ മിനിറ്റ് സൂചി ഒരേപോലെ പുറത്തിരിക്കുന്ന സമയങ്ങളാണ് 1:05. 2:10 മണിക്കൂർ മിനിറ്റ് സൂചി ഏകദേശം പുറത്തിരിക്കുന്ന സമയം. 3:15 4:20 5:25 6:30 7:35 8:40 9:45 10:50 11:55. ഈ സമയങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത് പറയുന്നതെങ്കിൽ 1:05 2:10 3:15 4:20 5:25 6:30 7:35 8:40 9:45 10:50 11:55. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സമയമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് തന്നിട്ട് മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് കാണാൻ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ആ ക്വസ്റ്റ്യനിൽ പറയുന്ന മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി എങ്ങെടുത്താൽ മതി. അതായിരിക്കും ആൻസർ. മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉണ്ട് 3:15 ഞാൻ പറഞ്ഞ സമയം 1:05 2:10 3:15. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ മിനിറ്റ് എത്ര? ഇവിടെ 15 അല്ലേ? ഈ 15ന്റെ പകുതി എടുത്താൽ 15ന്റെ പകുതി എത്ര? 7.5 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആൻസർ. 7.5 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഈ രീതി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇത് ഉപയോഗിക്കുന്ന ഏതൊക്കെ സാഹചര്യത്തിലാന്ന് വെച്ചാൽ 1:05 2:10 3:15 4:20 5:25 6:30 7:35 8:40 9:45 10:50 11:55. ഈ സമയങ്ങൾ പറയുമ്പോൾ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഇല്ലാത്ത കേസിൽ നിങ്ങൾ ഈ പ്രോപ്പറായിട്ടുള്ള ഇക്വേഷനായ 30h - 11/2 m ഇട്ട് തന്നെ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും അതേ തീയതിയുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിൽ എത്രാമത്തെ ദിവസമാണ്?
ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ആ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക എന്ന് പറയുന്നത് 62 എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ സംഖ്യ എത്ര, ആ തീയതിയിലെ ആദ്യത്തെ ആഴ്ച ഏത് ദിവസം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു കലണ്ടർ എടുത്താൽ നിങ്ങൾ നോക്കണം, ഉണ്ടോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ പോകുന്നത്. ഇന്നത്തെ അവർ പറയുന്നേക്കുന്നത് ഈ 2 തീയതികൾ, ഏതോ 2 തീയതി ഏതാണെന്നറിയില്ല, ഞാൻ ഉദാഹരണം പറയാം, 1, 2 അടുത്തടുത്ത 2 തീയതികളാണ്. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം 1 കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും 8-ാം തീയതി വരും, വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ദിവസമാണ് 15. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഇത് വരുമ്പോൾ ഒരാഴ്ചയായി. വീണ്ടും സൺഡേ വീണ്ടും ആരംഭിക്കുമ്പോൾ ഞായറാഴ്ച വീണ്ടും ആരംഭിക്കുന്ന 2ാമത്തെ ആഴ്ചയാണ്, ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വരുന്ന ദിവസമാണ്. പിന്നെ 8, 9, 10, 11, 12, 13, 14 ഇതാകുമ്പോൾ 2 ആഴ്ച പൂർത്തിയായി. ഈ 2 ആഴ്ച പൂർത്തിയായതിനു ശേഷം വീണ്ടും വരുന്നത് 3ാമത്തെ ആഴ്ചയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ 15. ഇപ്പം ഞായർ തുടങ്ങിക്കൊണ്ടാണ് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ദിവസം വരുന്നത് 15 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉദാഹരണം ഉണ്ട് 3 ആണെങ്കിൽ ഒരു തീയതിയെങ്കിൽ ഇത് ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്നത് ഈ 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം. മനസ്സിലായി? ഇപ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ പിന്നെ 10-ാം തീയതി വീണ്ടും ബുധനാഴ്ച, 17-ാം തീയതി വീണ്ടും ബുധനാഴ്ച, അത് 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന വീണ്ടും ദിവസം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരാഴ്ച 7 ദിവസമാണുള്ളത്. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ വരാകുമ്പോൾ ഒരാഴ്ച, വീണ്ടും തിങ്കൾ ആവർത്തിക്കുമെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസമാണ് 10, 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസമാണ് 17. അങ്ങനെയുള്ള ഏതോ 4 സംഖ്യകൾ ചേർത്ത് വെച്ചിട്ട് അവയുടെ തുക പറയുന്നുണ്ട് 62. അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ഉദാഹരണം ഇപ്പം ഇത് 1 ആണെങ്കിൽ തൊട്ടടുത്ത തീയതി 2, അടുത്ത 2 തീയതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 ആണെങ്കിൽ അടുത്ത തീയതി 5, ഇത് 11 ആണെങ്കിൽ അടുത്ത 12, ഇവിടെ 18 ആണെങ്കിൽ അടുത്ത 19, ഇവിടെ 16 ആണെങ്കിൽ അടുത്ത 17, ഏതാണെന്ന് നമുക്കറിയത്തില്ല, അടുത്തടുത്തുള്ള 2 തീയതികൾ. അപ്പോൾ ഇത് ഏതാണോ അതിനെക്കാട്ടി 1 കൂടുതലായിരിക്കും ഇപ്പുറം. ഇവിടെ 9 ആണെങ്കിൽ അതിനോട് 1 കൂടുതലായിരിക്കും 10, 18 ആണെങ്കിൽ തൊട്ടടുത്ത കോളം 19, 1 കൂടുതലാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന കോളം ഏതാണോ അതിനെക്കാട്ടി 1 കൂടുതലായിരിക്കും തൊട്ടടുത്ത് വരുന്ന കോളം, അതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താ, അപ്പോൾ 1ാമത്തെ കോളത്തെ ഞാൻ എക്സ് എടുത്താൽ അടുത്ത കോളം x+1 എന്ന് കിട്ടും. പിന്നെ ഇവിടെ വരുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള എടുക്കാനാണ് പറയുന്നത്, 2 ആഴ്ച കഴിയുമ്പോൾ വരുന്നത് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഞാൻ 1 എടുത്താൽ ഒരു 7 ദിവസത്തോടെ കൂടുമ്പോൾ വീണ്ടും 8, വീണ്ടും 7 ദിവസത്തോടെ കൂടുമ്പോഴാണ് 15. അപ്പോൾ ഇതിൻ്റെ കൂടെ 7 കൂടെ കൂടുമ്പോൾ 2ാമത്തെ ആഴ്ചയിലെ തുടക്ക ദിവസം കിട്ടും. ഓക്കെ, വീണ്ടും ഒരു 7 കൂടെ കൂടുമ്പോൾ 2ാമത്തെ ആഴ്ചയുടെ തുടക്കത്തെ ഇത് ആദ്യത്തെ ആഴ്ചയുടെ തുടക്കം കിട്ടും, ഇത് 2ാമത്തെ ആഴ്ചയുടെ തുടക്കം. അപ്പോൾ ഇവിടെ കിടക്കുന്ന സംഖ്യയുടെ കൂടെ ഒരു 7 കൂടെ കൂട്ടിയാൽ ആദ്യത്തെ ആഴ്ചയിലെ ശേഷം വരുന്ന ആദ്യത്തെ ദിവസം, 2 പ്രാവശ്യം 7 കൂട്ടിയാൽ 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 14 ആണെങ്കിൽ 4 ആണെങ്കിൽ പിന്നെ 7 കൂടെ കൂടുമ്പോൾ 11, 11ൻ്റെ കൂടെ 7 കൂടെ കൂടുമ്പോൾ 18, അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം കൂട്ടണമെങ്കിൽ 7 കൂടെ കൂട്ടണം, വീണ്ടും ഒരു 7 കൂടെ കൂട്ടിയാലേ 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം വരുന്ന എന്ത് വരത്തുള്ളൂ, ആദ്യത്തെ ദിവസം വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ദിവസം എക്സ് ആണ് എങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ x+7, 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 7 കൂടെ കൂട്ടും. അപ്പോൾ x+7 കൂടെ 7 കൂടെ കൂടുമ്പോൾ കിട്ടി x+14 എന്ന് കിട്ടി, x+7. അപ്പോൾ എന്താ, ഒന്നുകൂടെ പറയാം, ഈ ഒരു എക്സ് ആണെങ്കിൽ തൊട്ടാഴ്ച വീണ്ടും അടുത്ത അതേ ദിവസം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കണം, ഒരു 7 ദിവസം കഴിയണം. അപ്പോൾ 7 ദിവസം കൂടുമ്പോൾ എന്താണ്, x+7 എന്ന് കിട്ടും. വീണ്ടും ആരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു 7 ദിവസം കൂട്ടണം. അപ്പോൾ എന്താണ്, x+7 കൂടെ വീണ്ടും 7 കൂടെ കൂടുമ്പോൾ കിട്ടി x+14 എന്ന് കിട്ടും. അതാണ് ഈ പറയുന്ന ദിവസം, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസമാണ് x+14 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അത് കഴിയുമ്പോൾ എന്തോ, x+14 ആണെങ്കിൽ തൊട്ട് ഇപ്പോൾ വേണ്ട ഇവിടെ 3, 7 കൂടെ കൂടും 10, 7, 17, 17 കഴിഞ്ഞാൽ തൊട്ട് ഇപ്പുറത്തെ ദിവസം എന്തോ 18, ഒരു ദിവസം കൂടെ കൂട്ടുന്നത്. ഇപ്പുറത്തേനെക്കാട്ട് ഒന്നുകൂടെ കൂടുതലായിരിക്കും അപ്പുറത്ത്. അപ്പോൾ ഇപ്പോൾ x+14 ആണെങ്കിൽ ഇപ്പുറത്തെ എന്താണ്, x+15 എന്ന് കിട്ടും. ഈ 4 കോളം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എത്ര, 62. ഈ 4 കോളത്തിൻ്റെ കൂടെ തുക എന്ന് പറയുന്നത് 62 ആണ്. ഓക്കെ, നമുക്ക് കൂട്ടാം. എക്സും x+1ഉം x+14ഉം x+15 ഇതെല്ലാവരുടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന 62 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാവരുടെ കൂട്ടാം. 1x, 2x, 3x, 4x, 4x പ്ലസ് 1ഉം 14 കൂടെ 15, 15ഉം 15 കൂടെ കൂടുമ്പോൾ 30, 15ഉം 15 കൂടെ 30, 30 = 62. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ +30 അപ്പുറത്ത് പോകുമ്പോൾ -30 വരും. ഇപ്പോൾ എന്തോ, 4x = 62 -30, 4x = 62, 30 കുറച്ചാൽ 32 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഈ 4x അല്ല വേണ്ടത്, എക്സ് ആണ് വേണ്ടത്. അപ്പോൾ 4 ഇവിടെ ഗുണിച്ച് വെക്കും, പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 32 ÷ 4,
4 32. ഓക്കെ, 8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡേറ്റ്. അതിൽ ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ആദ്യത്തെ സംഖ്യ എന്ന് വെച്ചാൽ 8 ആണ്. ഇനി രണ്ടാമത്തെ സംഖ്യ ചോദിച്ചാലോ 9. അപ്പോൾ ഇവിടുത്തെ 8-ാം തീയതി നോക്കിയേ, ക്വസ്റ്റ്യൻ പ്രകാരം ഉണ്ട് ഇവിടെ 8. 8-ാം തീയതി, 8-ാം തീയതിക്ക് ശേഷം അടുത്ത സംഖ്യ 9, 8 9. പിന്നെന്തുവാ, ഒരു 2 ആഴ്ച 22 21. അപ്പോൾ 8 9 22 23 അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, 8 + 9 + 22 + 23. ഇതാണ് അവർ 4 സംഖ്യകൾ. ഇത് 8 9 22 21. നോക്കാം, 8 9 22 23. നമ്മുടെ ആൻസർ ഇവിടെ 8 കഴിഞ്ഞു. ശരിയാന്ന് നോക്കാം. 20 40 40 45 45 54 54 8 62. ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 62 കിട്ടും. അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന 62 കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. ഓക്കെ, 8 ആണ് ആദ്യത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ 9, 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം 22, പിന്നെ ദിവസം 21. ഇതെല്ലാം കൂട്ടുമ്പോൾ 62 കിട്ടും. ഓക്കെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സംഖ്യ ഏതാണ്? നമ്മുടെ ആൻസർ 8 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32 എത്ര? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32. ഇത് വളരെ എളുപ്പം ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നതിന് ശേഷം ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഈ 1 എഴുതി 1-ന്റെ താഴെ ഒന്നുമില്ല, ഒരു 1 ഉണ്ട്. ഇവിടെ നോക്കണം, 1 2 4 8 16 32. ഇതാണ് സംഖ്യകൾ. 1 2 4 8 16 32. ഇത്രയും സംഖ്യകൾ തരുമ്പോൾ ഇവിടുത്തെ ഒരു ഭിന്ന സംഖ്യ കൂട്ടാൻ വന്നേക്കുക. ഭിന്ന സംഖ്യ കൂട്ടാൻ വരുമ്പോൾ ചേരങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. ചേരങ്ങൾ തുല്യം. ഇവിടുത്തെ ചേരം 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8 16 32. ഡിനോമിനേറ്റർ ഒന്നും ഈക്വൽ അല്ല. ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത്? അവയുടെ ചേരം അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന്റെ എൽസിയം കാണും. എൽസിയം കണ്ടതിന് ശേഷം നമ്മൾ ഇത് കൂട്ടുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 1 2 4 8 16 32. ഈ പറയുന്നതിന്റെ എല്ലാം എൽസിയം കാണണം. ഇവിടെ LCM എന്ന് പറയുന്നത് 32 തന്നെ കിട്ടും. കാര്യം എന്താ, ഈ ഏറ്റവും വലിയ സംഖ്യ 32. 32നെ 16 കൊണ്ട് 8 കൊണ്ട് 4 കൊണ്ട് 2 കൊണ്ട് 1 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ സംഖ്യയായ 32 തന്നെയാണ് എൽസിയം. പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ LCM 32 കിട്ടി. നമുക്കിത് അതിൻ്റെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളിത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചെയ്തോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യണം? 1 / 1 1 / 1. താഴെ എല്ലാ സംഖ്യയുടെ താഴെ 1 ഉണ്ട്. ഈ 1നെ LCMആയി 32 ആക്കണം. 1നെ 32 ആക്കണേ എത്ര കൊണ്ട് ഗുണിക്കണം? 32 കൊണ്ട് ഗുണിക്കണം. 1നെ 32 ആക്കണം, 32 കൊണ്ട്. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. ഓക്കെ ആണല്ലോ? പ്ലസ് 1/2. ഈ 2നെയും ഈ 32 ആക്കണം. 2നെ 32 ആക്കണം എത്ര കൊണ്ട് ഗുണിക്കണം? 16 കൊണ്ട് ഗുണിക്കണം. 16 × 2 32. അത് അറിഞ്ഞുകൂടാക്കി എന്തായാലും 32നെ 2 വെച്ച് ഹരിച്ചു നോക്കിയാൽ 32 2 വെച്ച് ഹരിക്കുമ്പോൾ 16 എന്ന് കിട്ടും. താഴെ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നോ, അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. താഴെ ഗുണിക്കുന്ന അതേ സംഖ്യ തന്നെ ആയിരിക്കണം മേളിലും ഗുണിക്കേണ്ടത്. പ്ലസ് 1/4. ഈ 4നെ 32 ആക്കണം. 4 32 4 32. അല്ലെങ്കിൽ ഈ 32 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ അത് 8 എന്ന് കിട്ടും. അതേ താഴെ 8 വെച്ച് ഗുണിക്കണം. അതേ 8 വെച്ച് തന്നെ മേളിലും ഗുണിക്കണം. പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഈ 8നെ 32 ആക്കണം. 8നെ 32 ആക്കണം എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. ഇനി 1/16. ഈ 16നെ 32 ആക്കണം. 1/16. 16നെ 32 ആക്കണം എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ മേളിലും ഗുണിക്കണം. ഈ പ്ലസ് 1/32. ഈ 32നെ ഇനി 32 ആക്കണ്ട. ഓക്കെ, 32 തന്നെ, ഒന്നും ചെയ്യണ്ട. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് നോക്കാം. 1 × 32 32/32. പ്ലസ് 1 × 16 16/32. പ്ലസ് 1 × 8 8/32. പ്ലസ് 4/32. പ്ലസ് 2/32. പ്ലസ് 1/32. ഇവിടുത്തെ എല്ലാം ഛേദം 32ആയി. ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വരുമ്പോൾ ചേരങ്ങൾ തുല്യമല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LCM ചെയ്യുന്നത്. ചേരങ്ങൾ അങ്ങ് തുല്യമായി കിട്ടിയാൽ, നമ്മൾ ആക്കി എടുത്താൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പൊതുവായിട്ടൊരു ഛേദം എടുത്തുകൊണ്ട് അംശങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. അംശങ്ങൾ തമ്മിൽ കൂട്ടാം. അപ്പോൾ നോക്കാം. ഇനി നോക്കി, ഇവിടുത്തെ എല്ലാം ഛേദം 32 ആകുമ്പോൾ നമുക്ക് പൊതുവായിട്ടൊരു 32 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന അംശങ്ങൾ 32 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന അംശങ്ങൾ എത്ര? 32 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ്
2 + 1 എല്ലാവരും അങ്ങനെ കൂട്ടിയാൽ ചേരങ്ങളോട് പൊതുവായിട്ട് എടുത്തുകൊണ്ട് 32 എടുത്തുകൊണ്ട് ചേരങ്ങളോട് കൊടുത്തുകൊണ്ട് അംശം എല്ലാവരും കൂട്ടിയാൽ ഓക്കെ 32 8 40 40 56 60 62 63 ഡിവൈഡഡ് ബൈ 32 ഇതാണ് ഇതിൻ്റെ ആൻസർ 62 ഡിവൈഡഡ് ബൈ 33 മനസ്സിലായല്ലോ 63 ഡിവൈഡഡ് ബൈ 32 63 ഡിവൈഡഡ് ബൈ 32 ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി. ഇനി പ്രോപ്പറായിട്ട് ചെയ്യാതെ അല്ലാതെ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ നമുക്കതാണ്ട് നോക്കിക്കോ ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു +1 ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ +1 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32 ഞാൻ ആ +1 ഒഴിവാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ ഇവയുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചോദിച്ചാൽ നമുക്ക് എളുപ്പമാർഗം ഇവിടെ ഒന്നില്ല നോക്കിയോണം. ഇവിടെ മണ്ടയ്ക്കെല്ലാം ഒന്നായിരിക്കണം. ഇവിടെ 2ന്റെ ഇരട്ടി 4 4ന്റെ ഇരട്ടി 8 8ന്റെ ഇരട്ടി 16 16ന്റെ ഇരട്ടി 32 ഈ രീതിയിൽ ഫോർമാറ്റിലാണ് പോകുന്നത്. ഇവിടെ ഒന്നും ഇല്ല, വേറെ 1 ഇല്ല എങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി ഈ 32 ഉണ്ടോ, ഈ 32ൽ നിന്ന് 1 കുറയ്ക്കണം. 32ൽ നിന്ന് 1 കുറയ്ക്കണം. 32ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 31 എന്ന് കിട്ടി. ബൈ താഴത്തെ 32 അതങ്ങ് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആൻസർ. ഈ 32 എഴുതുക. ഈ 32ൽ നിന്ന് 1 കുറച്ച് 31 മേളിൽ എഴുതുക. അപ്പം അല്ലെങ്കിൽ 32ൽ നിന്ന് 1 കുറച്ച് 31 മേളിൽ എഴുതുക. അംശമായിട്ട് എഴുതുക. ഛേദം ഡിനോമിനേറ്റർ അല്ലെങ്കിൽ 32 ന്യൂമറേറ്റർ 31 ഡിനോമിനേറ്റർ 32. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇത് +1 ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം +1 ഉണ്ട്. ഓക്കെ +1 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളിതെങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ഇവിടെ +1 നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഉണ്ടല്ലോ ഇതിൻ്റെ ഇരട്ടി എടുക്കണം. ഈ 32ന്റെ ഇരട്ടി എടുക്കണം. 32ന്റെ ഇരട്ടി എത്ര? 64. 32ന്റെ ഇരട്ടി എത്ര? 64. ഈ 64ൽ നിന്ന് 1 കുറയ്ക്കണം. 64ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടി 63 എന്ന് കിട്ടും. 64ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 32ന്റെ ഇരട്ടി എടുക്കുക. 64 1 കുറയ്ക്കുമ്പോൾ കിട്ടി 63. അതിനുശേഷം അത് മണ്ടയ്ക്ക് എഴുതുക, അംശമായിട്ട് എഴുതുക. എന്നിട്ട് താഴത്തെ 32 എടുത്തങ്ങ് താഴെ എഴുതിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇവിടെ 1ൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ ഛേദം ഡിനോമിനേറ്ററിന്റെ ഇരട്ടി എടുക്കുക. 64ന്റെ ഇരട്ടി 63. 32ന്റെ ഇരട്ടി 64. 64ൽ 1 കുറയ്ക്കുമ്പോൾ കിട്ടും 63. ഈ 1 അങ്ങ് കുറയ്ക്കണം. നേരത്തെ നമ്മൾ 1 കുറച്ച പോലെ ഇവിടെ എന്ത് ചെയ്യുക? 1 അങ്ങ് കുറയ്ക്കുക. 64ൽ 1 കുറയ്ക്കുമ്പോൾ 63. 63 ഡിവൈഡഡ് ബൈ 32. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ +1 എന്ന് പറഞ്ഞാൽ ഇരട്ടി 32ന്റെ ഇരട്ടി 64 -1 63. അതുകൊണ്ട് അംശം ഛേദമായിട്ട് 32 എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്. മനസ്സിലായോ? മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതിയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് രീതിയാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഓക്കെയാണ്? ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6/21ന്റെ 1ന്റെ സ്ഥാനത്തെ അക്കം എത്ര? ക്വസ്റ്റ്യൻ നോക്കിയേ. 6/21ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 6/21ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ 6/21ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ചെയ്യേണ്ട. ഇവിടെ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ അത് നമ്മൾ കാണും. ഈ 6 എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തക്കം 6 ആണ് എങ്കിൽ ഇനി അതിന് മേളിൽ എത്ര പവർ വന്നാലും ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 6 തന്നെ, അത് മാറത്തില്ല. മനസ്സിലായല്ലോ? 6/21 6/21ൽ ഒറ്റയുടെ സ്ഥാനത്തക്കം 6/21ൽ ഒറ്റയുടെ സ്ഥാനത്തക്കം എന്ന് പറയുന്നത് 6 ആണ് എങ്കിൽ 21ൽ ഒറ്റയുടെ സ്ഥാനത്തക്കം 6 ആണെങ്കിൽ ഏത് സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തക്കം 6 ആണെങ്കിൽ അതിൻ്റെ മേളിൽ എത്ര പവർ വന്നാലും 6 തന്നെ ആയിരിക്കും അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം വരുന്നത്. ഉദാഹരണം നോക്കിയേ. 6/1 6 6/6ന്റെ സ്ക്വയർ 36 ഉണ്ട്. ഒറ്റയുടെ സ്ഥാനത്ത് 6. 6/3 216. ഓക്കെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6. അപ്പോൾ ഈ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം 6 ആണ് എങ്കിൽ അതിനി എത്ര പവർ കൊടുത്താലും ശരി ഒറ്റയുടെ സ്ഥാനത്ത് ഏത് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വൺസിന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ വൺസിന്റെ പ്ലേസ് എന്ന് പറയുമ്പോൾ 6 തന്നെ വരത്തുള്ളത്, മാറത്തില്ല. ഇനി നിങ്ങൾ 6 കാണാതെ പഠിച്ചു വെക്കേണ്ട 1-2 കാര്യം കൂടെ പറയാം. ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഇവിടെ ഈ 6ന് പകരം 0 ആണെങ്കിലോ, ഇനി 6ന് പകരം 1 ആണെങ്കിലോ, ഈ 6ന് പകരം 5 ആണെങ്കിലോ, 6 ആണെങ്കിലോ, ഈ 4 സംഖ്യ എത്ര? 0 1 5 6 ഇവയാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ഇനി നിങ്ങൾ അതിന് എത്ര പവർ എടുത്താലും ഇത് തന്നെ വരത്തുള്ളൂ, മാറത്തില്ല. അപ്പോൾ ഉദാഹരണം 10/1 10, 10/2 100,
ഒറ്റയുടെ സ്ഥാനത്ത് കണ്ടോ 0 0 1. ഇനി ഓക്കെ 11/1 11 11/2 121 കണ്ടോ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്. മനസ്സിലായോ? ഇനി ഓക്കെ 5/1 5 5/2 25 5/3 125. ഓക്കെ ഇവിടെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ ഏതൊക്കെ സംഖ്യ 0 1 5 6 ഇവയിൽ ഏതെങ്കിലുമാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏത് പവർ എടുത്താലും അത് തന്നെ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. അത് മാറത്തൊന്നുമില്ല. നിങ്ങളിത് കാണാൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? വേറെയൊക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇത് പറഞ്ഞുകൊണ്ട് അതിനെ കണക്ട് ചെയ്തുള്ളൊരു 4 ക്വസ്റ്റ്യൻ ഞാൻ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു മട്ടത്രികോണത്തിലെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററും ആണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് എത്ര? ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. ഓക്കെ, ഒരു മട്ടത്രികോണം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ലംബവശങ്ങൾ ഇതാണ് 10 1 8. ഇത് രണ്ടുമാണ് ലംബവശങ്ങൾ. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ ആംഗിൾ 90 ആണ്. ഇത് കാരണമാണ്, ഹൈപ്പോട്ടനീസ് ആണ്. ഇതിൻ്റെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ശതമാനത്തിൽ വർധനവുണ്ടാവും, അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിൽ എത്ര ശതമാനത്തിൻ്റെ വർധനവുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് വളരെ എളുപ്പം ചെയ്യും. 10 8 നമുക്ക് വേണ്ട. 10 8 ഒറ്റൊന്നും ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കയറാം. ഏതൊരു മട്ടത്രികോണത്തിന് അല്ലെങ്കിൽ ഏത് ത്രികോണത്തിനും ആദ്യമുള്ള വശം എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. ആദ്യമുള്ള വശം എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയാണ്? 100%. അത് 10% വർദ്ധിച്ചാൽ അത് 110 ആവും. 20% വർദ്ധിച്ചാൽ അത് 120 ആവും. 10% കുറഞ്ഞാൽ അത് 90 ആവും. 20% കുറഞ്ഞാൽ അത് 80 ആവും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഏതൊരു മട്ടത്രികോണത്തിന് ഒരു വശം ഉണ്ടായിരിക്കും അതെന്ന് പറയുന്നത് 100% ആയിരിക്കും. ഏതൊരു മട്ടത്രികോണത്തിന് ആദ്യം ഒരു വശമുണ്ടെങ്കിൽ അതിന് ആദ്യം ഒരു വിസ്തീർണം ഉണ്ടായിരിക്കും. ആദ്യമുള്ള വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളം എന്ന് പറയുന്നത് 100% തന്നെ. അതിനകത്ത് യാതൊരുവിധ മാറ്റം ഉണ്ടായിരിക്കത്തില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആദ്യമുള്ള വിസ്തീർണവും 100%, ആദ്യമുള്ള വശങ്ങളുടെ നീളവും 100% തന്നെ. ഇനി എന്താ പറയുന്നത്? നീളം 10% വർദ്ധിച്ചു, 20% വർദ്ധിച്ചു, 25% വർദ്ധിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യാം. ഇത് വശങ്ങളുടെ നീളം ആദ്യം വർദ്ധിച്ചിരിക്കുന്നത് ഒരെണ്ണം 20% വർദ്ധിച്ചു. അപ്പോൾ പറ എത്ര? 20% വർദ്ധിച്ചു. ആദ്യമുള്ള 100 അല്ലേ? 20% വർദ്ധിച്ചാൽ എത്ര ആവും? 120%. 120%. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി വീതി എത്ര ശതമാനം? 25% വർദ്ധിച്ചു. അല്ലെങ്കിൽ അടുത്ത വർഷം 25% വർദ്ധിച്ചു. 25% വർദ്ധിച്ചു എത്ര? 125% എന്ന് കിട്ടും. ഓക്കെ ആണ്. അപ്പോൾ 100% വർദ്ധിച്ചു. ഒന്ന് 120%. 20% വർദ്ധിച്ചപ്പോൾ 120 ആയി. 25% വർദ്ധിച്ചപ്പോൾ 125. കാരണം എന്താ? ഇത് വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് എന്ന ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാ. BH ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് BH ആണ് എഴുതിയേക്കുന്നത്. ഇത് ബേസ്, ഇത് ഹൈറ്റ്. ഓക്കെ, ബേസ് 20 വർദ്ധിച്ചു 120, ഹൈറ്റ് 25 വർദ്ധിച്ചു 125. ഓക്കെ ആണല്ലോ? നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് നമ്മൾ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം പറഞ്ഞു തരുന്നത്. ഇൻറ്റു ഒരു 100 അങ്ങ് കൊടുത്തേക്കണം. ഈ ഇൻറ്റു 100 കൊടുത്തില്ലെങ്കിൽ താഴെ ഒരു 100 ഇങ്ങനെ വന്ന് നിൽക്കും. ഈ ഒരു 100 ഇതേപോലെ താഴെ ഒരു ആൻസർ വരുമ്പോൾ വന്ന് നിൽക്കും. ആ 100നെ ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ ഒരു ഇൻറ്റു 100 ചെയ്യുന്നത്. ഓക്കെ ആണേ? നമുക്ക് എന്താ ചെയ്യാം? ഈ 100ഉം ഈ 100ഉം അങ്ങ് വെട്ടിപ്പോവും. ഓക്കെ ആണല്ലോ? ഇനി വെട്ടാം. ഇവിടെ വെട്ടുമ്പോൾ 4 25 100, 5 25 125, 4 25 100, 5 25 125, ഒരു 4 4, ഒരു 4 4. ഓക്കെ, 3 4 12. ഓക്കെ, 3 5 15 0, 3 × 5 15 ഈ 0. ഇപ്പോൾ അതെന്ന് വെച്ചാൽ 150%. പരപ്പളം എത്രയായിടോ? 150%. ഇവിടെ വെട്ടുമ്പോൾ ഈ 100 വെട്ടിപ്പോയി. 100ന് 25നെ 25 വെച്ചപ്പോൾ 4, 125 25 വെച്ചപ്പോൾ 5, 4 12 4 വെച്ചപ്പോൾ 3. ഇവിടെ 0 ഉണ്ട്. 3 4 12, 3 5 15, 15 0 150. ഇപ്പോൾ ആ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 150% ആയി. 150% ആയി. ഞാൻ നേരത്തെ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്, എപ്പോഴും വിസ്തീർണം എന്ന് പറയുന്നത് 100%. ഏത് ത്രികോണത്തിന്റെ ആദ്യമുള്ള വിസ്തീർണം 100%. അത് എത്ര ആയെന്ന് വെച്ചാൽ 150% എത്ര ശതമാനം ആയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നമ്മൾ ആൻസർ പറയണം 150%. ഇവിടെ ചോദിച്ചേക്കുന്നത് എത്ര ശതമാനം ആയെന്നല്ല, എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ഈ 150ൽ നിന്ന് ആദ്യമുള്ള വിസ്തീർണം 100% അല്ലയോ, അത് കുറയ്ക്കാൻ മതി. 50% വർധനമുണ്ടായി. 100 150 ആയപ്പോൾ 50 വർദ്ധിച്ചു. എത്ര ആയെന്ന് വെച്ചാൽ 150. 100 എത്ര ആയെന്ന് വെച്ചാൽ 150 ആയി. എത്ര വർദ്ധിച്ചു എന്ന് വെച്ചാൽ 50% വർദ്ധിച്ചു. നമ്മുടെ ആൻസർ 50%. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എത്ര? മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഞാൻ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ 20നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 20നും 100നും ഇടയിലുള്ള 20നും 100നും ഇടയിൽ. നമുക്ക് രണ്ട് രീതിയിൽ, ഒന്നാമത്തെ രീതി 100 വരെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5. 10 വരെ 5 ഒറ്റ സംഖ്യയുള്ളൂ. എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5. 10 വരെ 5 ഒറ്റ സംഖ്യയും 5 ഇരട്ട സംഖ്യയുള്ളൂ. എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരൊറ്റ സംഖ്യ, ഒരു ഇരട്ട സംഖ്യ, ഇങ്ങനെ ഇടകലർന്ന് നടക്കുന്നതിനാണ് നമ്മൾ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 10 വരെ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 5 ഒറ്റ സംഖ്യയും 5 ഇരട്ട സംഖ്യയുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ 100 വരെ, നമുക്ക് 20നും 100നും ഇടയിൽ വരും. ഈ 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 50 ഒറ്റ സംഖ്യ ഉണ്ട്. 100 വരെ എത്ര ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 50 ഒറ്റ സംഖ്യ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 100നും 20നും 100നും ഇടയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1 മുതൽ 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കണം. 1 മുതൽ 100 വരെ എന്ന് വെച്ചാൽ 100ന്റെ പകുതിയായ 50 ഒറ്റ സംഖ്യയാണ് ഉള്ളത്. അപ്പോൾ എണ്ണം 50 എണ്ണം ഒന്ന് കിട്ടി. ഓക്കെ, ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n² ആണ്. ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? n² ആണ്. n². അപ്പോൾ n² കൊടുക്കുമ്പോൾ 1 മുതൽ 100 വരെയാണ്. 1 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 50 എണ്ണം വരെ 1 മുതൽ 50 വരെ, അല്ല 1 മുതൽ 100 വരെയുള്ള ആദ്യത്തെ 50 എണ്ണത്തിന് തുക കണ്ടുപിടിക്കാൻ n². അപ്പോൾ എന്ത് ചെയ്യണം? 50ന്റെ സ്ക്വയർ എടുക്കുക. 50ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 5, 25, 2, 0, 2500 എന്ന് കിട്ടും. 2500. അപ്പോൾ എണ്ണം എന്ന് വെച്ചാൽ 50 ആണ്. അപ്പോൾ n² എന്ന് വെച്ചാൽ 2500 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് പറയുന്നത്? 20നും ഇടയിൽ. അപ്പോൾ 1 മുതൽ 20 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1 മുതൽ 20, നമ്മൾ 1 മുതൽ 100 വരെ ഉള്ള കിട്ടി. 1 മുതൽ 100 വരെ 50 എണ്ണം ഉള്ളത്, അതിന്റെ തുക കണ്ടുപിടിച്ചു. എത്രയാണ്? 2500. n² എന്ന് വെച്ചാൽ 50ന്റെ സ്ക്വയർ 2500 എന്ന് കിട്ടി. ഇനി എത്ര? 1 മുതൽ 20നും 100നും ഇടയിലാണ്. അപ്പോൾ 1 മുതൽ 20 വരെ എത്ര എണ്ണം നോക്കണം? 1 മുതൽ 20 വരെ 10 ഒറ്റ സംഖ്യയുള്ളൂ. മനസ്സിലായ കാര്യം എന്താ? 1 മുതൽ 10 വരെ 5 ആണെങ്കിൽ 20 വരെ 10 എണ്ണം, 100 വരെ 50 എണ്ണം. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് അടുത്ത n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 എണ്ണം. 20 വരെ, 20നും 100നും ഇടയിലാണ് വേണ്ട. അപ്പോൾ 20 വരെ 10 എണ്ണം. അപ്പോൾ n² എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 എന്ന് കിട്ടി. 10ന്റെ സ്ക്വയർ 100 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ എന്താണ് 1 മുതൽ 100 വരെ, 1 മുതൽ 100 വരെ, അതെ 1 മുതൽ 100 വരെ 50 ഒറ്റ സംഖ്യ ഉള്ളത്, അവയുടെ തുക 2500. 1 മുതൽ 20 വരെ 10 ഒറ്റ സംഖ്യയാണ്, അവയുടെ തുക 100 എന്ന് കിട്ടി. അപ്പോൾ 20നും 100നും ഇടയിൽ എത്ര എന്ന് പറഞ്ഞാൽ 2500 മൈനസ് 100 സമയത്ത് 2400. കാര്യം എന്താ? 1 മുതൽ 100 വരെയാണ് 2500. അതിൽ 1 മുതൽ 20 വരെ എത്ര? 100 ആണ്. അപ്പോൾ ആ 100 കുറയ്ക്കണം, എന്നാലേ 21 മുതൽ 99 വരെയുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ. കാര്യം 20നും 100നും ഇടയിൽ വരുമ്പോൾ 21 ഫസ്റ്റ് വരുന്നത്, 99 അവസാനം വരുന്നത്. അത് കിട്ടുന്നത് 2400. ഈ 2500 എന്ന് വെച്ചാൽ 1 മുതലുള്ള കിട്ടുന്നത്. ഈ 2400 എന്ന് വെച്ചാൽ 20ന് ശേഷം വരുന്നതാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിത് സമാന്തര ശ്രേണിക്കകത്തിട്ട് ചെയ്യാം. സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ചെയ്യാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് നമ്മൾ ഇത് കണ്ടുപിടിക്കൽ ഇക്വേഷൻ, സം കണ്ടുപിടിക്കൽ ഇക്വേഷൻ Sn = n/2 × Tn + T1 ആണ്. Tn + T1 മനസ്സിലായല്ലോ. സമാന്തര ശ്രേണിക്കകത്ത് n കണ്ടുപിടി Sn അല്ലെങ്കിൽ സം കണ്ടുപിടിക്കൽ ഇക്വേഷൻ n/2 × Tn + T1. അപ്പോൾ ഇവിടെ നോക്കണം, T1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ. ഈ 20നും 100നും ഇടയിൽ എന്ന് പറയുമ്പോൾ 20 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഒറ്റ സംഖ്യ 21 ആണ്. 21. ഇനി അവസാനം 100നും ഇടയിൽ എന്നുമ്പോൾ അവസാനത്തത് Tn എന്ന് വെച്ചാൽ 99 ആണ്. ഇനി n എന്ന് പറയുമ്പോൾ എത്ര എണ്ണമെന്നോ? 20നും 100നും ഇടയിൽ. 20നും 100നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 80 സംഖ്യകളാണ് മൊത്തം വരുന്നത്. എണ്ണൽ സംഖ്യ 80 ആണ്. 20നും 100നും ഇടയിൽ ആകുമ്പോൾ ഏകദേശം 80 എണ്ണം വരും. ഓക്കെ, ഈ 80ന്റെ
പകുതി എടുക്കണം. 80ൻ്റെ പകുതി എത്ര? 40. 40 ഒറ്റ സംഖ്യകളായിരിക്കും ഉള്ളത്. ഇടയിൽ എത്ര വരുന്നത്? 40 ഒറ്റ സംഖ്യകളായിരിക്കും. അപ്പോൾ n = 40. കാര്യം എന്താ? 21 മുതൽ 99 വരെ എത്ര വരും? 41 ഒറ്റ സംഖ്യകളായിരിക്കും. 40 ഒറ്റ സംഖ്യകളായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. 40/2 n/2 n എന്ന് വെച്ചാൽ 40. 40/2 ഇൻറ്റു എത്ര? tn എന്ന് വെച്ചാൽ 99 പ്ലസ് t1 എന്ന് വെച്ചാൽ 21. 40ൻ്റെ പകുതി എത്ര? 20 ഇൻറ്റു, ഇനി ബ്രാക്കറ്റ് അങ്ങ് പൊളിക്കാം. 40ൻ്റെ പകുതി എടുത്ത് 20 എടുത്ത് 42 വെച്ച് 20 എടുത്തു. വേണ്ടേ എത്ര? ഇവിടെ 99, 90, 100, 120 കിട്ടും. ഓക്കെ ആണല്ലോ? 120. ഓക്കെ, 99 21 കൂടെ കൂടുമ്പോൾ 120 കിട്ടും. 120 ഗുണം 2, 12 ഗുണം 2 എത്ര? 24, 2 0, 2400 നമ്മളുടെ ആൻസർ. അല്ലെങ്കിൽ 120 ഗുണം 2 240 0, 2400. ഇതെന്ന് പറയുന്നത് സമാന്തര ശ്രേണിയുടെ ഇക്വേഷൻ വെച്ചാൽ അവിടെ ഒരു ശ്രദ്ധിച്ചോണം n എത്രയാണെന്ന് കണ്ടുപിടിച്ചു വേണം ചെയ്യാൻ. ഇതും ഇവിടെ അത് തന്നെ ശ്രദ്ധിച്ചോണം, n കണ്ടുപിടിച്ചു വേണം ചെയ്യാൻ. 1 മുതൽ 100 വരെ 50 എണ്ണം. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ഇട്ട് 20ന് ഇടയിൽ എന്ന് പറയുമ്പോൾ 20ന് ശേഷം വരുമ്പോൾ 20 വരെ എത്ര? 10 എണ്ണം. അതിൻ്റെ സ്ക്വയർ എടുത്ത് നമ്മൾ വ്യത്യാസം കൊടുക്കുക. ആൻസർ 2400. ഓക്കെ ആണോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പേനയ്ക്കും പുസ്തകത്തിനും കൂടെ 26 രൂപയാണ് വില. പിന്നീട് പറയുന്നു പേനയുടെ വില പുസ്തകത്തേക്കാൾ 10 രൂപ കുറവാണ് എങ്കിൽ 5 പുസ്തകത്തിനും 6 പേനയ്ക്കും കൂടെ എത്ര രൂപയാണ് ചിലവാകുന്നത്? നമുക്ക് എളുപ്പം ചെയ്യാൻ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അത് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ എക്സിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പേനയ്ക്കും പുസ്തകത്തിനും കൂടെ, അപ്പോൾ പെന്നിനും ബുക്കിനും കൂടെ വില എന്ന് പറയുന്നത് 26 രൂപ. ഒരു പെന്നിൻ്റെയും ബുക്കിൻ്റെയുടെ വില 26 രൂപ. ഇനി പറയുന്നുണ്ട് പേനയുടെ വില പുസ്തകത്തിൻ്റെ വിലയേക്കാൾ 10 രൂപ കുറവാണ്. പേനയുടെ വില പുസ്തകത്തിൻ്റെ വിലയേക്കാൾ 10 രൂപ കുറവാണ് എങ്കിൽ 5 പുസ്തകത്തിനും 6 പേനയ്ക്കും കൂടെ ആകെ എത്ര രൂപ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഷോർട്ട് കട്ടിൽ എളുപ്പം ഇവിടെ ഒരു കാര്യം നമുക്കറിയാം. പേനയുടെ വില പുസ്തകത്തിൻ്റെ വിലയേക്കാൾ എത്ര രൂപ? 10 രൂപ കുറവാണ്. അപ്പോൾ പേനയാണ് വില കുറഞ്ഞ സാധനം, പുസ്തകത്തിന് വില കൂടുതലാണ്. പുസ്തകത്തിന് വില കൂടുതലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വില കൂടിയ സാധനം ബുക്കാണ്, പേനയാണ് വില കുറഞ്ഞ സാധനം. കാര്യം എന്താ? പേനയുടെ വില പുസ്തകത്തേക്കാൾ 10 രൂപ കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വില കുറഞ്ഞ സാധനം പേനയാണ്, വില കൂടിയ സാധനം ബുക്കാണ്. വില കൂടിയ സാധനത്തിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഷോർട്ട് കട്ട് പറയാം. വില കൂടിയ സാധനമായ ബുക്കിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ പേനയ്ക്ക് ബുക്കിനോട് എത്ര രൂപ? 26 രൂപയാണ്. പേനയ്ക്ക് ബുക്കിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 10 രൂപ വ്യത്യാസം 10 രൂപ എടുത്ത്. ഓക്കെ, നോക്കണം. അപ്പോൾ പേനയും ബുക്കിനും കൂടെ 26 രൂപയാണ്. പേനയ്ക്ക് ബുക്കിനേക്കാൾ 10 രൂപ കുറവാണ്. വില കൂടിയ സാധനമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ, കൂടിയ വിലയുള്ള സാധനമാണ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തന്നേക്കിനകത്ത് ഏറ്റവും വില കൂടിയ സാധനം ഏതാ? ഇവിടെ ബുക്കാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ 2 കൂടെ കൂട്ടിയിട്ട് പകുതി അങ്ങ് എടുത്താൽ മതി. 2 കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. നമുക്ക് 26ഉം 10 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 36. 36ൻ്റെ പകുതി എത്രയാണ്? 18. പേനയുടെ വില 18 രൂപയാണ്. ഓക്കെ, ഇനി വില കുറഞ്ഞ സാധനത്തിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പേനയുടെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. പേനയുടെ വില 26, 10. വില കുറഞ്ഞതാണെങ്കിൽ കുറയ്ക്കണം, കൂടുതലാണെങ്കിൽ വില കൂടുതൽ കണ്ടുപിടിക്കണേ കൂട്ടണം, വില കുറഞ്ഞത് കണ്ടുപിടിക്കണേ കുറവാണെങ്കിൽ കുറയ്ക്കുക, കൂടുതലാണെങ്കിൽ കൂട്ടുക. ഓക്കെ, /2 പകുതി എടുക്കുക. എത്ര കിട്ടി? 16. 16/2 സമയത്ത് കിട്ടി 8. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില 18 രൂപയും പേനയുടെ വില 8 രൂപയാണ്. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് 5 ബുക്കിൻ്റെയും 6 പേനയും കൂടെ എത്ര രൂപ എന്നല്ലയോ? ഒരു ബുക്കിന് 18 രൂപ, ഒരു ബുക്കിന് 18 രൂപ ആകുമ്പോൾ 5 ബുക്കിന് എത്രയാണ്? 18 ഗുണം 5, 18 ഗുണം 5 90 രൂപ. ഓക്കെ ആണല്ലോ? ഇനി പെന്നിൻ്റെ വില 6 പെന്നിൻ്റെ വില. ഓക്കെ ആണല്ലോ? 6 പെൻ. ഓക്കെ, ഒരു പെന്നിൻ്റെ വില എത്രയാണ്? ഒരു പെന്നിൻ്റെ വില 8. 6 പെന്നിൻ്റെ വില 6 8 48 രൂപ. മൊത്തത്തിൽ എത്ര രൂപയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, മൊത്തത്തിൽ എത്ര? 6 പേന, പിന്നെ 5 ബുക്ക് 90 രൂപ, 6 പേന 48 രൂപ, മൊത്തത്തിൽ 138 രൂപയാണ് അതിനകത്ത് മൊത്തത്തിൽ ചിലവാകുന്നത്. മൊത്തത്തിൽ ചിലവാകുന്ന തുക എത്രയാണ്? 138. ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. 5 പേനയ്ക്ക്, പേനയുടെ പെൻസിലും കൂടി 26 രൂപ, പേനയ്ക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കുറവാണ്. എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഡിഫറൻസും തന്നാൽ വില കൂടിയ സാധനം കണ്ടുപിടിക്കാൻ 2 കൂടെ കൂട്ടി പകുതി എടുക്കുക, വില കുറഞ്ഞ സാധനം കണ്ടുപിടിക്കാൻ 2 കൂടെ കുറച്ചിട്ട് പകുതി എടുക്കുക. അതായിരിക്കും ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത്.
ഇത് അപ്പോൾ എന്താ ഒരു പേനയ്ക്ക് 18 രൂപയും ഒരു പുസ്തകത്തിന് 8 രൂപ എന്ന് കിട്ടി. മനസ്സിലായി? അല്ല സോറി, ഒരു പുസ്തകത്തിന് 18 രൂപയും ഒരു പേനയ്ക്ക് 8 രൂപ എന്ന് കിട്ടി. അപ്പോൾ 5 പുസ്തകം മേടിച്ചാൽ 18 5 90, 8 പേന മേടിച്ചാൽ 6 8 48, 6 പേന മേടിച്ചാൽ 6 8 48, 90 48 കൂടുമ്പോൾ 138 എന്ന് കിട്ടും. ഇതാണ് ഒരു രീതി. ഇനി എക്സിറ്റ് ചെയ്യണമെങ്കിൽ പേനയുടെ വില എക്സ് എന്ന് എടുക്കുക. പേനയുടെ വില എക്സ് എങ്കിൽ ബുക്കിന്റെ വില എന്ന് പറയുന്നത്, ബുക്കിന് പേനയെക്കാട്ടിൽ 10 രൂപ കുറവാണ് ബുക്കിനെങ്കിൽ ബുക്കിനെക്കാട്ടിൽ 10 രൂപ കുറവാണ് പേനയ്ക്കെങ്കിൽ പേനയെക്കാട്ടിൽ 10 രൂപ കൂടുതലായിരിക്കും ബുക്കിന്. എങ്കിൽ ബുക്കിന്റെ വില x+10 എന്ന് എടുക്കാം. ഇനി അത് പോരാ, ഇനി വേണ്ട, ഇങ്ങനെ ചെയ്യേണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താ, ബുക്കിന്റെ വിലയെ നിങ്ങൾ എക്സ് എന്ന് എടുത്താൽ, ബുക്കിന്റെ വില എക്സ് ആണെങ്കിൽ ബുക്കിന്റെ വിലയെക്കാട്ടിലും എത്ര രൂപ, ബുക്കിന്റെ വിലയെക്കാട്ടിലും 10 രൂപ കുറവാണ് പേനയെങ്കിൽ പേനയുടെ വില എന്ന് വെച്ചാൽ x-10. മനസ്സിലായി? ബുക്കിന് എക്സ് എന്ന് വെച്ചാൽ പേന അതിനെക്കാട്ടി 10 കുറവ്, പേനന്റെ വില എക്സ് എന്ന് വെച്ചാൽ പേനയെക്കാട്ടി 10 രൂപ കൂടുതൽ. ബുക്കിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പം എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു പേനയുടെ വില എന്ന് പറയുന്നത്, അല്ലെ ബുക്കിന്റെ വില എക്സ്, ഞാൻ ഇത് ചെയ്യുന്നില്ല, ഇത് ചെയ്യും. കാര്യം രണ്ടുകൂടി ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഞാൻ അങ്ങ് വെട്ടിക്കള, ഇങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബുക്കിന്റെ വില എക്സ്, പേനയുടെ വില എന്ന് വെച്ചാൽ x-10. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് എത്ര രൂപ എന്ന് പറഞ്ഞാൽ, പേനയ്ക്ക് ബുക്കിനോട് 26 രൂപ ചിലവായി, = 26. ഒരു എക്സ് കൂടെ കൂടുമ്പോൾ 2x = 26. ഈ -10 അപ്പുറത്ത് പോകുമ്പോൾ +10 എന്നാവും, -10 അപ്പുറത്ത് പോകുമ്പോൾ +10. അപ്പോൾ 2x = 36. അപ്പോൾ x = 36 ഡിവൈഡഡ് ബൈ 2 = 18. മനസ്സിലായോ? പേനയുടെ വില എക്സ് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ വില 18. ഓക്കെ ആണല്ലോ? ഇനി പെന്നിന്റെ വില എന്ന് പറയുന്നത് എത്ര, 26 - 18 = എത്ര കിട്ടിയിടോ, 8. അപ്പോൾ പേനയുടെ വില 8 രൂപ എന്ന്, ബുക്കിന്റെ വില എത്ര കിട്ടി, ബുക്കിന്റെ വില എന്ന് പറയുന്നത് 18 രൂപ എന്ന് കിട്ടി. ഇനി എത്ര, 5 ബുക്ക് 5 ബുക്ക് 5 × 18, 6 പേന 6 × 8. മനസ്സിലായോ? 90 + 18, 48, ആൻസർ 138 രൂപ എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന രീതി. ഒന്ന് എക്സിറ്റ് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി ഷോർട്ട് കട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കയറാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32, 45, 50, 28, 40 എന്നിവയാണ്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വാർഷിക പരീക്ഷയിൽ അമ്മുവിന് 5 വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, കണക്കുണ്ട്, സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം, അങ്ങനെ 5 വിഷയങ്ങളാണ് തന്നേക്കുന്നത്. ഈ 5 വിഷയങ്ങൾക്ക് കിട്ടിയേക്കുന്ന മാർക്കാണ് ഈ തന്നേക്കുന്നത്. എങ്കിൽ ശരാശരി മാർക്ക് എത്ര? ശരാശരി അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സം ബൈ നമ്പറാ, തുക ബൈ എണ്ണവാ. എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി, ഇവിടെ സം എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടാം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടാം. കൂട്ടുമ്പോൾ എത്ര കിട്ടി? നോട്ടെ, 4 6 10 15 18 18 1 19. ഓക്കെ, 195 എന്ന് കിട്ടും. 195 തുക എന്ന് വെച്ചാൽ 195. എണ്ണം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട്. എണ്ണം 5, തുക 195, എണ്ണം 5 ആണ്. അപ്പോൾ അമ്മുവിന് മൊത്തത്തിൽ കിട്ടിയേക്കുന്ന മാർക്ക് 195 മാർക്കും എത്ര വിഷയം ഉണ്ടെന്ന് വെച്ചാൽ 5 വിഷയങ്ങളുമാണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ശരാശരി കണ്ടുപിടിക്കുന്നത് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അമ്മുവിന് ഇപ്പോൾ മൊത്തത്തിൽ 195 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ശരാശരി എത്ര വിഷയം ഉണ്ടെന്ന് വെച്ചാൽ 5 വിഷയമാണുള്ളത്. എങ്കിൽ ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തുക ബൈ എണ്ണം, തുക 195 ബൈ എണ്ണം 5. ഓക്കെ, 195നെ 5 വെച്ചിരിക്കുമ്പോൾ 3 5 15. ഓക്കെ, 9 5 45. ആൻസർ 39 ആണ്. അവയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അമ്മൂന് കിട്ടിയ മാർക്കിന്റെ ശരാശരി എന്ന് പറഞ്ഞത് 39 ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2/3 ഇൻറ്റു 4/3 ഇൻറ്റു 6/5 ദ ഹോൾ റൈസ് ടു 2 ഡിവൈഡഡ് ബൈ 36/4 ഇൻറ്റു 16/3 എത്ര? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2/3 ഇൻറ്റു 4/3 ഇൻറ്റു 6/5 ദ ഹോൾ റൈസ് ടു 2 ഡിവൈഡഡ് ബൈ 36/4 ഇൻറ്റു 16/3. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കിത് എങ്ങനെ ചെയ്യാം? അതാണ് നമ്മുടെ അടുത്തത് കാര്യം. നമുക്കിത് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ചെയ്യാവുന്നത്
2/3 ഇൻറ്റു 4നെ 4 എന്നുള്ള വില മാറരുത്, രൂപം മാറ്റാം. 4 നമുക്ക് എന്ത് എഴുതാം? 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. 2ന്റെ ക്യൂബ് ദ ഹോൾ റൈസ് ടു 2ന്റെ സ്ക്വയർ, ക്യൂബ് അല്ല സ്ക്വയർ, 2ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3, 2ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3 ഇൻറ്റു എത്ര? ഇവിടെ 6 റൈസ് ടു എന്താ 5 ഇന്ത്യൻ ഇക്വേഷൻ ഉണ്ട്. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം എൻ എന്ന്, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം എൻ എന്ന്. അപ്പോൾ 6 റൈസ് ടു 5 ദ ഹോൾ റൈസ് ടു 2 എന്ന് വെച്ചാൽ 5 ഗുണം 2, 6 5 ഗുണം 2 എത്ര കിട്ടി? 10. അപ്പോൾ 2 റൈസ് ടു 3 ഇൻറ്റു ഈ 4 നമ്മൾ എന്ത് എഴുതാം? 4നെ 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 2ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3. അപ്പോൾ 2 ഇൻറ്റു 3 എത്ര ഇട്ടാ? 2ന്റെ സ്ക്വയർ 4 എന്നുള്ള വില മാറരുത്, രൂപം മാറാം. ഇപ്പം 4ന്റെ മറ്റൊരു രൂപമാണ് 2ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 ദ ഹോൾ റൈസ് ടു മേളത്തെ 3 ഉണ്ട്, അത് അതേപോലെ അവിടെ ഇട്ടേക്കുക. ഇൻറ്റു 6 റൈസ് ടു 10 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം? ഈ 36 നമുക്ക് എങ്ങനെ എഴുതാം? 36നെ 6ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 6ന്റെ സ്ക്വയർ ആണല്ലോ 36. ദ ഹോൾ റൈസ് ടു മേളം എന്തുണ്ട്? 4 ഇൻറ്റു 8നെ എങ്ങനെ എഴുതാം? 2 റൈസ് ടു 4 അല്ല സോറി 16നെ എന്ത് എഴുതാം? 2 റൈസ് ടു 4 എന്ന് എഴുതാം. 2 റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 3 എന്ന് എഴുതാം. ദ ഹോൾ റൈസ് ടു 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കിയോ, നമ്മളിത് ഇവിടെ എങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് നോക്കണം. ഇപ്പം ഇതെങ്ങനെയാണ് 4നെ 2ന്റെ സ്ക്വയർ എന്ന് എങ്ങനെ എഴുതുന്നത്? 4നെ ഇങ്ങനെ ഹരിച്ചു നോക്കി, 2 ഇൻറ്റു 2 ഈ 16നെ എങ്ങനെയാണ് 4ന്റെ ക്യൂ 2 റൈസ് ടു 4 നമ്മൾ 16നെ എങ്ങനെ എഴുതിയത്? 16നെ 2 വെച്ചിരിക്കുമ്പോൾ 8, 2 വെച്ചിരിക്കുമ്പോൾ 4, വീണ്ടും 2 വെച്ചിരിക്കുമ്പോൾ 2 ഉണ്ട്. 1 2 3 4, 2 2 4 8 16 ഉണ്ട്. 1 2 3 4 പ്രാവശ്യം 2 ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിതെങ്ങനെ ചെയ്യാം? ഇനി നോക്കിയാന്ന് വെച്ചാൽ 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ഏത് ഇക്വേഷൻ? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് പറയുന്ന പോലെ 2 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 2 റൈസ് ടു 6 ഇൻറ്റു ഇവിടെ നോക്കിയേ 6 റൈസ് ടു 10 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എം ദ ഹോൾ റൈസ് 2 ഗുണം 4 8 6 റൈസ് ടു 8 6 റൈസ് ടു 8 ഇൻറ്റു ഓക്കെ 2 റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 3 2 റൈസ് ടു 4 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 4 3 12 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇപ്പം 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 6 ഇൻറ്റു 6 റൈസ് ടു 10 ഇൻറ്റു ഡിവൈഡഡ് ബൈ 6 റൈസ് ടു 8 ഇൻറ്റു 2 റൈസ് ടു 12 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ഓരോന്നങ്ങ് വെട്ടിക്കളയാം. ഇവിടെ 6 എത്ര ഉണ്ട്? ഇവിടെ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 എന്ന് പറയുന്നത് 8 പ്രാവശ്യമുണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 10 പ്രാവശ്യമുണ്ട്. ഇവിടെ നിന്ന് 8 എണ്ണം ഉണ്ട്, ഇവിടെ 10 എണ്ണം ഉണ്ട്. ഈ 8 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം വെട്ടാം. 10 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം പറ്റിയാൽ ബാക്കി 2 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം പറ്റിയാൽ ബാക്കി 2 എണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ? കാര്യം എന്താ ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം 2 ഇൻറ്റു 2 എന്ന് പറയുന്നതാണ് 2ന്റെ സ്ക്വയർ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുന്നതാണ് 2ന്റെ ക്യൂബ്. ഇപ്പോൾ ഈ ഒരു 2 ഇവിടെ 2 വിട്ട്, ഒരു 2 ഇവിടെ 2 വിട്ട്, ബാക്കി എത്ര? ഇവിടെ ബാലൻസ് 1 വരുന്നത് പോലെ ഇവിടുന്ന് 2 എണ്ണം വിട്ട്, ഇവിടുന്ന് 3 എണ്ണത്തിൽ 2 എണ്ണം വെട്ടിയാൽ ബാക്കി ഒരെണ്ണം ബാലൻസ് മേളിൽ നിന്ന് വെട്ടിക്കളയുന്നത് പോലെ ഇവിടെ 6 എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഇവിടെ 6ന് എത്ര ഉണ്ട്? 10 ഉണ്ട്. ഇവിടുത്തെ 8 എണ്ണം വെട്ടിക്കളഞ്ഞു. 10 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം വെട്ടിയാൽ ബാക്കി 2 എണ്ണം ഉണ്ട്. ഇനി നോക്കിയേ, ഇവിടെ 2 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണം വെട്ടിക്കളഞ്ഞ് 12 എണ്ണത്തിൽ 6 എണ്ണം വെട്ടിക്കളഞ്ഞാൽ ബാക്കി 6 എണ്ണം. ഇവിടെ 3 എത്ര ഉണ്ട്? 2 എണ്ണം എത്ര ഉണ്ട്? 3 പ്രാവശ്യം. ഇവിടെ 6 എത്ര ഉണ്ട്? 6 പ്രാവശ്യം. സോറി 2 എത്ര എണ്ണം ഉണ്ട്? 6 പ്രാവശ്യം. ഇവിടുത്തെ 2 എത്ര ഉണ്ട്? 3 എണ്ണം. ഈ 3 എണ്ണം വെട്ടാൽ 6 എണ്ണത്തിന് 3 എണ്ണം വെട്ടിയാൽ ബാക്കി എത്ര? 3 എണ്ണം. അപ്പോൾ നമുക്ക് എന്ത് എഴുത്? 2 റൈസ് ടു 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പം. 6ന്റെ സ്ക്വയർ എത്ര? 36 ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബ് എത്ര? 2 ഇൻറ്റു 2 4, 4 ഗുണം 2 8 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? 6ന്റെ സ്ക്വയർ 6 36, 2ന്റെ ക്യൂബ് 8 എന്ന് കിട്ടി. ഇത് ഓപ്ഷൻ അത് കാണത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വെട്ടി ചെറുതാക്കാം. 4 വെച്ച് കിട്ടുമ്പോൾ 9 4 36 24 ഇട്ട് ആൻസർ 9/2 എന്ന് കിട്ടും. എത്ര കിട്ടും? 9/2. ഒന്നും കൂടെ ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോണം. 2 റൈസ് ടു 3 ഇൻറ്റു 4 റൈസ് ടു 3. ഈ 4 കാര്യം ഇവിടുത്തെ ബേസ് നമുക്ക് 6 4 ആക്കി മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് വെട്ടേണ്ടി വരും. 6 4 എന്ന രീതിയിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ഇവിടുത്തെ 2 റൈസ് ടു 3 ഈ 4 നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 2ന്റെ സ്ക്വയർ ആണ് 4. പിന്നെ മണ്ടയ്ക്ക് ഒരു 3 കിടപ്പുണ്ട്, അതൊന്നും ചെയ്ത് അതേപോലെ ഇടുക. ഇവിടെ നോക്കി എ റൈസ് ടു എം ഹോൾ റൈസ് ചെയ്യുമ്പോൾ 5 ഗുണം 2 10, 6 റൈസ് ടു 10 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഈ 36 നമുക്ക് എന്ത് എഴുതാം? 6ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 6ന്റെ സ്ക്വയർ ആണ് 36. ഹോൾ റൈസ് ടു മേളിൽ എന്തുണ്ട്? 4 കിടപ്പുണ്ട്, അത് അതേപോലെ ഇവിടെ ഇടുക. ഓക്കെ ഇൻറ്റു 16 അങ്ങ് എഴുതാം. 2 റൈസ് ടു 4, 2ന് 4 പ്രാവശ്യം എഴുതി കുടിക്കുന്നതാണ് 2 റൈസ് ടു 4 ഹോൾ റൈസ് ടു 3. ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. എ റൈസ് ടു എം ഹോൾ റൈസ് ചെയ്യുമ്പോൾ 2 ഗുണം 3, 2 ഗുണം 3 വെച്ചാൽ 6 കിട്ടി. 2 റൈസ് ടു 6 ഇൻറ്റു അടുത്ത് നോക്കിയേ 2 ഗുണം 4 എത്ര കിട്ടി? 8. 6 റൈസ് ടു 8 ഇൻറ്റു 3 ഗുണം 4 എത്ര കിട്ടി? 12. 2 റൈസ് ടു 12. ഇനി എന്ത് ചെയ്ത്? ഒരേപോലെ വെട്ടിക്കളയാ. ഇവിടെ 6 8 പ്രാവശ്യം ഉണ്ട്, 10 പ്രാവശ്യം ഉണ്ട്. ഈ 10ഉം 8ഉം വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2 എണ്ണം ഉണ്ട്.
ഇനി ഇവിടെ 6 12 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ 6 വെട്ടി 12 6 വെട്ടിയാൽ ബാക്കി 6. ഓക്കെ, ഇനി എത്ര ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. 2 3 ഉണ്ട്. ഇവിടെ 2 6 3 ഇവിടുത്തെ 3 വെട്ടിയാൽ ബാക്കി 3 ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 നമുക്ക് ഫൈനൽ ഇവിടെ കിട്ടുന്ന ഇങ്ങനെയാണ് 6/2 ഡിവൈഡഡ് ബൈ 2/3 എന്ന് കിട്ടും. അപ്പോൾ 6/2 എന്ന് വെച്ചാൽ 6ന്റെ സ്ക്വയർ 36. ഓക്കെ, 2/3 2ന്റെ ക്യൂബ് 8 വെട്ടി ചെറുതാക്കുമ്പോൾ 9 4 36 24 9/2 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 45 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ 45 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം, അതിന്റെ സ്പീഡ് പറയുന്നുണ്ട് 45 km/h വേഗതയിൽ, km/മണിക്കൂറൊക്കെ km/h വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം. ടൈം പറയുന്നുണ്ട് 4 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം എത്ര? 4 മിനിറ്റ്. അപ്പോൾ സ്പീഡ് പറയുന്നുണ്ട് 45 km/h, ടൈം പറയുന്നുണ്ട് 4 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് ചോദിച്ചത്. ദൂരം കണ്ടുപിടിക്കാൻ, ദൂരം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തുവാ? ടൈം ഇൻറ്റു സ്പീഡാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ടൈം ഇൻറ്റു സ്പീഡാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഈ ഡിസ്റ്റൻസ് ടൈം ഇൻറ്റു സ്പീഡ് ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് km/h ആണ്. km/h. ഈ km/h ചേരുന്ന സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, km/h എന്ന് പറയുന്ന സമയത്ത് ചേരുന്ന സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ മണിക്കൂറാണ്. km/h ചേരുന്ന സമയം മണിക്കൂർ. പക്ഷെ ഇവിടെ തന്നേക്കുന്നത് മിനിറ്റാണ്. നമുക്ക് മിനിറ്റിലും മണിക്കൂറിലൂടെ ഇട്ട് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഈ മിനിറ്റിനോട് അങ്ങ് മണിക്കൂറിലേക്ക് അങ്ങ് മാറ്റണം. ഒറ്റ സ്റ്റെപ്പ്, വളരെ എളുപ്പം ചെയ്യാം. മിനിറ്റിനോട് അങ്ങ് മണിക്കൂറിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കിയേ, ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ 4 മിനിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റും? മണിക്കൂറിലേക്ക് മാറ്റാൻ 4/60 കൊടുത്താൽ മതി. അപ്പോൾ ഇത് മണിക്കൂറായി മാറി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്റെ വേഗത എത്ര കിട്ടി? 45 km/h ആണ്. km/h ചേരുന്ന സമയം അവറാണ്. ഈ 4 എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. മിനിറ്റിനോട് നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റണം. 2 യൂണിറ്റ് കിടക്കുക. യൂണിറ്റ് എല്ലാം കൂടെ ഒന്നാക്കണം. ഒന്നാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 4 എന്ന് പറയുന്ന മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60, 4/60. അപ്പോൾ ഇത് മണിക്കൂറായി. ഓക്കെ ആണല്ലോ. എങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തുവാ? ടൈം ഇൻറ്റു സ്പീഡാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താണ്? ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം കിട്ടി 4/60 മണിക്കൂർ ഇൻറ്റു സ്പീഡ് എന്ന് വെച്ചാൽ 45 km/h എന്ന് കിട്ടി. ഈ അവറൂടെ അങ്ങ് വെട്ടിയല്ലോ. നമുക്ക് ഇത് വെട്ടാം. 4 വെച്ച് വെട്ടാം. ഒരു 4 4 15 4 60. ഒരു 15 15 3 15 ആണ് 45. 1 × 3 കിലോമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വേഗത 45 km/h, സമയം 4/60 മണിക്കൂർ. 4 മിനിറ്റ് എന്ന് വെച്ചാൽ 4/60 മണിക്കൂർ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ടൈം ഇൻറ്റു സ്പീഡ്. ടൈം എന്ന് വെച്ചാൽ 4/60, സ്പീഡ് എന്ന് വെച്ചാൽ 45. ഒരു 4 4 15 4 60. ഒരു 15 15 3 15 45. 1 × 3 കിലോമീറ്റർ എന്ന് കിട്ടും. ഈ അവർ ഇത് ഹരിച്ചേക്കുന്ന അവറ, ഇത് ഗുണിച്ചേക്കുന്ന അവറ, അവറും തമ്മിൽ വെട്ടിപ്പോവും. ആൻസർ 3 കിലോമീറ്റർ എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. √3 മൈനസ് √2 ഡിവൈഡഡ് ബൈ √3 പ്ലസ് √2 പ്ലസ് √3 പ്ലസ് √2 ഡിവൈഡഡ് ബൈ √3 മൈനസ് √2. ക്വസ്റ്റ്യൻ നോക്കിയേ. √3 മൈനസ് √2 ഡിവൈഡഡ് ബൈ √3 പ്ലസ് √2 പ്ലസ് √3 മൈനസ് √3 പ്ലസ് √2 ഡിവൈഡഡ് ബൈ √3 മൈനസ് √2. ഇതിൻ്റെ വില എത്ര? നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത്, ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഭിന്നസംഖ്യ കൂട്ടാൻ വരുമ്പോൾ ഇവിടുത്തെ ചേരങ്ങൾ വ്യത്യാസമാണ്. ഇവിടുത്തെ ചേര ഒന്ന് പ്ലസ് കൊടുത്ത് മൈനസോ, അപ്പോൾ വ്യത്യസ്ത ചേരങ്ങളാണ് കിട്ടിക്കുന്നത്. ഒരേ ചേരങ്ങളാണെങ്കിലാണ് നമ്മൾ പൊതുവായിട്ട് ചേരെടുത്തിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടാനാണ് കൂട്ടും, കുറയ്ക്കാനാണ് കുറയ്ക്കും. പക്ഷേ ഇവിടെ വ്യത്യസ്ത ചേരങ്ങൾ, കാര്യം ഒന്ന് പ്ലസും ഒന്ന് മൈനസും വരുമ്പോൾ ചേരങ്ങൾ വ്യത്യസ്തമായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതെങ്ങനെ ആദ്യം ഇത് തമ്മിൽ ഗുണിക്കാം. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ തെട്ടി ഞാൻ √3 പ്ലസ് √2 ഇൻറ്റു ഇതും തമ്മിൽ ഗുണിക്കും. ഇവിടുത്തെ താഴത്തെ √3 മൈനസ് √2 എന്ന് കിട്ടി. ഇനി ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഇനിയുണ്ട് √3 മൈനസ് √2 ഇൻറ്റു √3 മൈനസ് √2 എന്ന് കിട്ടും. പ്ലസ് ഈ പ്ലസ് ചിഹ്നം കൊടുത്ത് ഇനി ഇത് തമ്മിൽ ക്രോസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? √3 പ്ലസ് √2 ഇൻറ്റു
√3 പ്ലസ് √2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയും ക്രോസ് ചെയ്ത് ഇങ്ങനെയും ക്രോസ് ചെയ്ത് ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? √3 മൈനസ് √3 √3 മൈനസ് √3 √2 √3 ഇൻറ്റു √3 മൈനസ് √2 √3 മൈനസ് √2 ഇൻറ്റു √3 മൈനസ് √2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു എ എന്ന് വെച്ചാൽ എ സ്ക്വയർ അല്ലയോ? എ ഇൻറ്റു എ എന്ന് എ സ്ക്വയർ. അപ്പോൾ √3 മൈനസ് √2 ഇൻറ്റു √3 ഇൻറ്റു √2 മൈനസ് √2 എന്ന് വെച്ചാൽ √3 മൈനസ് √2ൻ്റെ സ്ക്വയർ. ഇതേ ഗുണം ഇതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയറാണ്. ഇത് 2 പ്രാവശ്യം ഉണ്ട്, അതിൻ്റെ സ്ക്വയർ. എ 2 പ്രാവശ്യം ഉണ്ട്, എയുടെ സ്ക്വയർ എന്ന് പറയുന്നത് പോലെ √3 മൈനസ് √2 2 പ്രാവശ്യം ഉണ്ട്. അത് ഗുണിക്കുക, ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഗുണിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? √3 മൈനസ് √2ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എന്തുവാ √3 √3 പ്ലസ് √2 ഇൻറ്റു √3 പ്ലസ് √2. അതും 2 പ്രാവശ്യം ഉണ്ട്. അതിന് 2 പ്രാവശ്യം. എ ഗുണം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 പ്ലസ് √2 ഇൻറ്റു √3 പ്ലസ് √2 എന്ന് വെച്ചാൽ √3 പ്ലസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ √3 പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതെന്താണ്? √3 പ്ലസ് √2 √3 മൈനസ് √2. അപ്പോൾ എന്തുവാ? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എന്തുവാ? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് വെച്ചാൽ √3യുടെ സ്ക്വയർ മൈനസ് √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കിവിടെ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്താണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. √3 മൈനസ് √3 മൈനസ് √2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറാണ്. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് വെച്ചാൽ √3 ആണ്. √3യുടെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി. എ എന്ന് വെച്ചാൽ √3, ബി എന്ന് വെച്ചാൽ √2. √3 ഇൻറ്റു √2 പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് വെച്ചാൽ √3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയറിൽ 2ൻ്റെ സ്ക്വയർ, √2ൻ്റെ സ്ക്വയർ പ്ലസ് ദാണ്ട് ഈ പ്ലസ് ചിഹ്നം നമ്മൾ കൊടുത്ത്, ഈ പ്ലസ് ചിഹ്നം എടുത്ത് നമ്മൾ എടുത്ത് ഇവിടെ പ്ലസ് ചിഹ്നം കൊടുത്തു. ഇനി അടുത്ത് എന്തുവാ? √3 പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറാണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ അങ്ങോട്ട് എഴുതുക. ഓക്കെ. എ സ്ക്വയർ എന്ന് വെച്ചാൽ √3യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു √2 പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ √3യുടെ സ്ക്വയർ എന്ന് കിട്ടി. √3യുടെ സ്ക്വയർ. ഓക്കെ ആണെന്നല്ലോ. √3യുടെ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ. ബൈ √3യുടെ സ്ക്വയർ മൈനസ് √2ൻ്റെ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 ആണ്. √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 ആണ്. √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. √3 ഇൻറ്റു √3. √3 ഇൻറ്റു √3 എന്ന് വെച്ച് കഴിഞ്ഞാൽ √9 ആണ്. അതിൻ്റെ √3 അതാണ് എഴുതിയേക്കുന്നത്. √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ √2 ഇൻറ്റു √2 ആണ്. √2 ഇൻറ്റു √2 വെച്ചാൽ √4 ഇട്ട് 4 √2 കിട്ടും. അതാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഇങ്ങോട്ട് ചെയ്യുക. ബാലൻസ് 3ൻ്റെ √3യുടെ സ്ക്വയർ 3 മൈനസ് എന്തുവാ 2 √3 മൈനസ് 2 ഇൻറ്റു √3 വെച്ചാൽ 2 √3. √2 ഇൻറ്റു √3 വെച്ചാൽ √6 കേട്ടോ. മൈനസ് √2 √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ √6 പ്ലസ് 2ൻ്റെ √2ൻ്റെ സ്ക്വയർ എത്ര? 2 പ്ലസ് അടുത്തത് √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ 2 √6 എന്ന് കിട്ടും. 2 ഇൻറ്റു √3 ഇൻറ്റു √2 √6 പ്ലസ് √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 കിട്ടും. കാര്യം ബാക്കി 3 മൈനസ് 2 എന്ന് വെച്ചാൽ 3 മൈനസ് 2 എന്ന് വെച്ചാൽ 1 എന്ന് കിട്ടും. 3 മൈനസ് 2 1. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ഇതൊരു പ്ലസ് റൂട്ട് മൈനസ് 2 √6ഉം ഇത് പ്ലസ് √6 പ്ലസ് 2 √6 ഇത് മൈനസ് 2 √6ഉം ഇത് പ്ലസ് 2 √6 ഇതിന് ഇത് കുറച്ചാൽ 0 ആയി പോകും. ഉദാഹരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്
2√6 മൈനസ് 2√6 എന്നതിൻ്റെ അർത്ഥം 2√6 2√6 കുറച്ചാൽ 0 അല്ലേ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് 2√6 പ്ലസ് 2√6 കൂടെ കൂട്ടിയാൽ 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്തുണ്ട്? ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, 5, ഇവിടെ ഒരു 3 ഉണ്ട്, 8, ഇവിടെ ബി സ്ക്വയർ അല്ലേ ഇവിടെ വരുന്നത്, a² - 2ab + b². ഇവിടെ 2 ആണ്, 2ൻ്റെ സ്ക്വയർ 2 വരുന്നത്. ഓക്കെ, 2 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. a² + 2ab + b². b എന്ന് വെച്ചാൽ 2√2 ആണ്. √2ൻ്റെ സ്ക്വയർ അപ്പോൾ 2 ആയിരുന്നു. ഓക്കെ, 3 2 5, 5 3 8, 8 2 10. ഇതിൻ്റെ ഫൈനൽ ആൻസർ 10. 10/1. 10/1 എന്ന് വെച്ചാൽ 10 എന്നർത്ഥം. എന്തൊരു 10/1 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ 10 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. 10 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ഇവിടെ √3 plus √3 minus √2 divided by √3 plus √2 plus √3 minus √3 plus √2 divided by √3 minus √2. അപ്പോൾ ഇവിടെ നോക്കണം, ആദ്യം ഇത് തമ്മിൽ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ √3 minus √2 √3 plus √2 ഇൻറ്റു √3 മൈനസ് √2. ഇത് ഗുണിക്കുമ്പോൾ വേണ്ട √3 ഇത് തമ്മിൽ ഗുണിക്കും. ഇത് ഗുണിക്കുമ്പോൾ √3 പ്ലസ് √2 √3 മൈനസ് √2. ഇനി ഇതിനെ ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ √3 മൈനസ് √2 √3 മൈനസ് √2 അത് 2 പ്രാവശ്യം വരും. പ്ലസ് ഇത് ക്രോസ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് √3 പ്ലസ് √2 √3 പ്ലസ് √2 2 പ്രാവശ്യം വരും. അപ്പോൾ എന്താണ് ഇത് എന്തുവാ √3 മൈനസ് √2 √3 മൈനസ് √2 എന്ന് വെച്ചാൽ 2 പ്രാവശ്യം വന്നുകൊണ്ട് എന്ത് ചെയ്യുക എന്തുവാ √3 മൈനസിൻ്റെ √3 മൈനസ് √2ൻ്റെ സ്ക്വയർ. കാര്യം എന്തുവാ ഒരു കാര്യം തന്നെ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എന്നാ. ഒരു സംഖ്യ ആദ്യ സംഖ്യയോടെ തന്നെ ഗുണിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ എന്നാ. അപ്പോൾ √3 മൈനസ് √2നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നുണ്ട് √3 മൈനസ് √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ എന്താ √3 പ്ലസ് √2 ഇൻറ്റു √3 പ്ലസ് √2 √3 പ്ലസ് √2 √3 പ്ലസ് √2 2 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ √3 പ്ലസ് 2ൻ്റെ സ്ക്വയർ √3 പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എന്തുവാ ഇത് a-b ഇത് ഹോൾ സ്ക്വയറും ഇത് a+b ഇത് ഹോൾ സ്ക്വയറും. ഇനി എന്തുവാ ഇത് √3 പ്ലസ് √2 √3 മൈനസ് √2. കാര്യം a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a-b a+b ഇൻറ്റു a-b a² മൈനസ് b². അപ്പോൾ √3യുടെ സ്ക്വയറും √2ൻ്റെ സ്ക്വയറും. ഇനി എന്തുവാ a-b ഇത് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇക്വേഷൻ ഇതാണ് a² മൈനസ് 2ab പ്ലസ് b². a എന്ന് വെച്ചാൽ √3യുടെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a എന്ന് വെച്ചാൽ √3 പ്ലസ് b എന്ന് വെച്ചാൽ √2 പ്ലസ് ഈ പ്ലസ് എന്ന് വെച്ചാൽ ഈ നടുക്കുള്ള പ്ലസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നടുക്കുള്ള പ്ലസ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി എന്തുവാ a+b ദ ഹോൾ സ്ക്വയർ a+b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a+b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² എന്ന് വെച്ചാൽ √3യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ √3 പ്ലസ് b എന്ന് വെച്ചാൽ √2 പ്ലസ് b² എന്ന് വെച്ചാൽ √2ൻ്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ 3ൻ്റെ √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 വരും. ഇവിടെ 2 ഇൻറ്റു √3 ഇൻറ്റു √2 √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ ഇങ്ങനെ √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ √6 ആണ്. 2 × 3 6 എന്നാണ്. ഇവിടെ വെളിയിൽ 2 കിടപ്പുണ്ട്. മൈനസ് 2 √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ മൈനസ് 2 √3 6 എന്ന് കിട്ടും. അടുത്തത് പ്ലസ് ഈ ഇവിടെ എന്താണ് 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 വരും. √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 വരും. √3യുടെ സ്ക്വയർ 3 വരും. ഇവിടെ 2 ഇൻറ്റു √3 ഇൻറ്റു √2 √2 ഇൻറ്റു √3 വെച്ചാൽ √6 വരും. ഫ്രണ്ടിൽ 2 ഉണ്ട് 2 √6 എന്ന് കിട്ടും. പ്ലസ് 2 സ്ക്വയർ 2ൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. 2ൻ്റെ സ്ക്വയർ √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 വരും. ഈ മൈനസ് 2 √6ഉം ഈ പ്ലസ് √2 കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട് 3ഉം 2ഉം 5 5 3 8 8 2 10 എന്ന് കിട്ടും. ഇവിടെ എന്തുണ്ട് ഒരു 3 മൈനസ് 2 ഉണ്ട്. 3 2 കുറച്ചാൽ 1 എന്ന് കിട്ടും. അപ്പോൾ 10/1 എന്ന് വെച്ചാൽ 10 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 10 ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് കുറേ ഇക്വേഷൻ 3 a+b a-b-യും a² മൈനസ് b²ഉം a² മൈനസ് b²ഉം a+b ഹോൾ സ്ക്വയറും a-b ഹോൾ സ്ക്വയർ ഈ 3 ഇക്വേഷൻസും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കാൽക്കുലേഷൻ ഇതിനകത്ത് കയറി വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ ഇത് 4, 18, 48, -180. ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 4, 18, 48, -180. ഈ ഡാഷിന്റെ അടുത്ത് വരുന്ന സംഖ്യ ഇത്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് ചെയ്യണ്ട. നിങ്ങൾ നോക്കിയേ 1 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 1 അടുത്ത സംഖ്യ 2 2ൻ്റെ സ്ക്വയർ. അപ്പോൾ നോക്കിയേ 1 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എത്ര 4 1 4 4 അതാണ് കിടക്കുന്നത്. അപ്പോൾ 1 2. അടുത്ത എണ്ണം 2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 3 1 അടുത്ത 2ൻ്റെ സ്ക്വയർ അടുത്ത 2 കഴിഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ. നോക്കിയേ
2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ എത്ര? 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9. 9 ഗുണം 2 18. അതാണ് അടുത്ത സംഖ്യ. അപ്പോൾ 1 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ, ഇത് 2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ. അപ്പോൾ പറയാം അടുത്ത് എന്തായിരിക്കും? 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ. 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ. 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ എത്ര? 16. 16 ഗുണം 3 എത്ര കിട്ടി? 48 എന്ന് കിട്ടി. അപ്പോൾ എന്തോ 1 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ, 2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ, 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി അടുത്ത് എന്തായിരിക്കും? 4 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ ആയിരിക്കും. 4 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ. 4 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ എത്ര? 25. 25 ഗുണം 4 എത്ര കിട്ടിയടോ? 100 എന്ന് കിട്ടി. ഇവിടെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 100 നമ്മുടെ ഫൈനൽ ആൻസർ 100. വേണമെങ്കിൽ അടുത്ത സംഖ്യ നോക്കാം. 5 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ ഓക്കെ. 5 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ എത്ര? 36. 36 ഗുണം 5 ഓക്കെ. 5 30 0 ഇഷ്ടം 3 3 15 3 18 എത്ര കിട്ടും? 180 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ എന്ന് പറയുന്നത് 100. 1 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ, 2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ, 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ, 4 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ, 5 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ. ഈ ഫോർമാറ്റിലാണ് അത് പോകുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിൻ്റെ നീളവും വീതിയും യഥാക്രമം 12.5 മീറ്ററും 10ഉം 2/3 മീറ്ററും ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചതുരാകൃതി ഒരു തകര ഷീറ്റിന്റെ നീളം 12.5 മീറ്റർ. നീളം എന്ന് വെച്ചാൽ 12.5 മീറ്ററും വീതി എന്ന് വെച്ചാൽ 10ഉം 2/3 മീറ്ററുമാണ് എങ്കിൽ അതിന്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു നീളം അധികം വീതി. അപ്പൊ നമുക്ക് നോക്കാം. 2 ഇൻറ്റു നീളം എന്ന് വെച്ചാൽ എത്ര? 12.5 പ്ലസ് വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ഉം 2/3 എന്ന് കിട്ടും. 10ഉം 2/3. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ വെച്ചാൽ 2 ഇൻറ്റു പിന്നെ 12 12.5 12 ഗുണം 2 24 1 25. ആദ്യം ഇതിങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 12.5. ഇതെങ്ങനെ ഇംപ്രോപ്പറിലേക്ക് അല്ലെ വിഷമ ഇനത്തിലേക്ക് മാറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. 12 ഗുണം 2 എത്ര? 24. 24 പ്ലസ് 1 എത്ര കിട്ടി? 25. 25/2. 25/2 പ്ലസ് ഇതും എങ്ങനെ? ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. എത്ര? 10ഉം 2/3 ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. 5 30 പ്ലസ് 2 32. 32/3. അപ്പോൾ എത്ര കിട്ടി? 32/3. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 ഇൻറ്റു 2 ഗുണം 3 എത്ര കിട്ടി? 6. ഈ 2 3 ഗുണിക്കുക 6. ഈ 3ഉം 25 ഗുണിക്കുക. 3 ഗുണം ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കുക. 3 ഗുണം 25 എത്ര കിട്ടി? 75. ഈ 2ഉം 32 ഗുണിക്കുക. എത്ര കിട്ടി? 64 എന്ന് കിട്ടും. ഇത്രയും കിട്ടും. 64 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്ത്? ആദ്യം 2 3 ഗുണിച്ച് 6 എഴുതി. 3 25 ഗുണിച്ച് 75 കിട്ടി. 2 32 ഗുണിച്ചുമ്പോൾ 64 കിട്ടി. ഓക്കെ, അതാണ്ട് നോക്കിയേ. 2 ഇൻറ്റു ഓക്കെ 70ഉം 75ഉം 64. 70ഉം 130 139 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. 139/6. ഇവിടെ വെട്ടാം. 1 2 2 3 2 6. 1 2 2 3 2 6. അപ്പം എന്ത് കിട്ടി? 139 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 139/3. ഇവിടെ വരെ ആൻസർ കിട്ടി. ഇത് ഓപ്ഷനകത്ത് കാണത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെട്ടി ചെറുതാക്കാം. വെട്ടി നമുക്ക് എന്ത് ചെയ്യുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര കിട്ടി? വേണ്ടേ? 4 3 12 ശിഷ്ടം 1. 6 3 18 ഇഷ്ടം 1. 1/3. 46. ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ 46ഉം 1/3 എന്ന് കിട്ടും. 46ഉം 1/3. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 139നെ നമുക്ക് എത്ര വെച്ചരിക്കാം? 139നെ 3 വെച്ചരിച്ചു. 139നെ 3 വെച്ചരിക്കുമ്പോൾ വേണ്ടേ? 4 3 12 ശിഷ്ടം 1. 6 3 18 ശിഷ്ടം 1. ഇനി ഹരിക്കണേ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് നമ്മൾ എപ്പോൾ കൊടുക്കണോ അവിടെ വെച്ച് കണക്ക് നിർത്തിയേക്കണം. പോയിന്റ് കൊടുക്കുന്നവരെ നമുക്ക് ചെയ്തു പോവാം. പോയിന്റ് എപ്പോൾ കൊടുക്കണം അവിടെ വെച്ച് കണക്ക് നിർത്തണം. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായി ഹരിച്ചു കിട്ടിയ 46. ഇനി 1നെ ഹരിക്കാനുണ്ട്. എത്ര വെച്ചാൽ? 3 വെച്ച്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ ഞാൻ ഇങ്ങോട്ട് എഴുതിയിടുക. 46ഉം 1/3 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. 240 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോസ്റ്റിനെ മറികടക്കാൻ 24 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ 750 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രെയിനിന്റെ നീളം പറയുന്നത്, ട്രെയിനിന്റെ നീളം എന്ന് വെച്ചാൽ 240 മീറ്റർ.
അത് മറികടക്കാൻ എടുക്കുന്ന ടൈമും പറയുന്നുണ്ട്. ടൈം എന്ന് പറയുന്നത് 24 സെക്കൻഡ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന്റെ കാര്യം പറയുന്നത് എത്ര? 750 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിവിടെ 2 റൂളുകൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ റൂൾ എന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. ട്രെയിനിന്റെ നീളമായിരിക്കണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. ട്രെയിനിന്റെ നീളമായിരിക്കണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ 2 നീളോടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ ട്രെയിൻ ഒരാളിനെയോ പോസ്റ്റിനെയോ മരത്തെയോ മറികടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. പാലം പ്ലാറ്റ്ഫോം വേറെ ട്രെയിൻ ഒരു തുരങ്കം എന്ന് പറഞ്ഞാൽ 2 കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഓക്കെ, ഇനി നിങ്ങൾ അറിയാലോ DTS നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടൈം ഇൻറ്റു സ്പീഡ്. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. നമുക്ക് 750 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയമാണ്. ഈ 750 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ അതിനൊരു വേഗത വേണം. ആ വേഗത ഈ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേഗത കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എങ്ങനെ വേഗത കണ്ടുപിടിക്കും? ഒരു കാര്യം പറയുന്നുണ്ട്, 240 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോസ്റ്റിനെ മറികടക്കാൻ എടുക്കുന്ന ടൈം 24 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ആള്, പോസ്റ്റ്, മരം ഇവയെ മറികടക്കുമെന്നെങ്കിൽ ട്രെയിനിന്റെ നീളമായിരിക്കും നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ആള്, പോസ്റ്റ്, മരം എന്നിവയെ മറികടക്കുമെന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം വേണം എന്തായിട്ട് എടുക്കാൻ? ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഇവിടെ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് എത്ര? 240 മീറ്ററാ. അത് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഏതിനെ മറികടക്കാൻ? പോസ്റ്റിനെ മറികടക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ. ഓക്കെ ആണല്ലോ. കാര്യം പോസ്റ്റിനെ മറികടക്കുന്നതുകൊണ്ട് മാത്രമാണ് ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തത്. പോസ്റ്റിനെ മറികടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ടൈം പറയുന്നുണ്ട് 24 സെക്കൻഡ്സ് എന്ന് പറയുന്നുണ്ട്. 24 സെക്കൻഡ്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. 24 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാം? നമ്മുടെ ഇവിടുത്തെ ടൈം കണ്ടുപിടിക്കാം. ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. 24 ഈ 24 വെട്ട ഒരു 24 ഇവിടെ 1 ഇവിടെ 0 ഇടുമ്പോൾ 10 എന്ന് കിട്ടും. മുകളിൽ മീറ്ററും താഴെ സെക്കൻഡും ആകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 240 24 വെച്ചിരിക്കുമ്പോൾ 10 എന്ന് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് ട്രെയിനിന്റെ വേഗത. കാര്യം എന്താ? ട്രെയിൻ ആള്, പോസ്റ്റും മരത്തെ മറികടന്നാൽ ട്രെയിനിന്റെ നീളമാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി എന്തുവാ നമുക്ക് ഇവിടെ വേണ്ടത്? വേഗത കിട്ടി എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 750 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണം. ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ ട്രെയിനിന്റെ നീളവും ഓടണം. ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളോടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെ മറികടക്കുന്നു വെച്ചാൽ 2 നീളോടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് 1 എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെയിനിന്റെ നീളം 240 മീറ്റർ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം 750 മീറ്റർ. ഓക്കെ, നമുക്കിത് കൂട്ടുമ്പോൾ നമുക്കിത് കിട്ടും എത്ര? 990 മീറ്റർ എന്ന് കിട്ടും. 990 മീറ്റർ. ഇതാണ് ഡിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, ഡിസ്റ്റൻസ് കിട്ടി. എനിക്ക് സ്പീഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചു. എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് പാലം, പ്ലാറ്റ്ഫോം വേറെ ട്രെയിൻ ആണ്. 2 കൂടെ കൂട്ടിയ ഡിസ്റ്റൻസ് എത്ര? 990 മീറ്റർ ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. 10 മീറ്റർ പെർ സെക്കൻഡ്. ഈ മീറ്റർ വിട്ട ഈ 0 വിട്ട ആൻസർ 99 സെക്കൻഡ്സ് എന്നിട്ട് എത്രയിട്ട്? 99 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റും 39 സെക്കൻഡ്സും എന്നുള്ള ആൻസർ വരും. അല്ല 99 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. ഇപ്പോൾ അച്ഛന് 44 വയസ്സ് എങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 5 ചേർത്തതാണ്. അച്ഛനിപ്പോൾ 44 വയസ്സുണ്ട് എങ്കിൽ 7 വർഷം കഴിയുമ്പോഴുള്ള മകൻ്റെ വയസ്സ് എത്ര? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സണ്ണിൻ്റെ വയസ്സിനെ നിങ്ങൾ എക്സ് എന്ന് എടുക്കണം, മകൻ്റെ വയസ്സിനെ എക്സ് എന്ന് എടുക്കണം.
മകന്റെ വയസ്സ് എത്ര ആണോ അതിന്റെ 3 മടങ്ങിനോട് 5 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അച്ഛന്റെ വയസ്സ്. അപ്പോൾ ഫാദറിന്റെ വയസ്സ് നമുക്ക് എത്ര കിട്ടും? ഫാദറിന്റെ വയസ്സ് എന്ന് വെച്ചാൽ ഇത് മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ്. ഇപ്പോഴത്തെ കേസാ. ഇപ്പോഴാണ് മകന്റെയും അച്ഛൻ്റെയും ഇപ്പോഴത്തെ വയസ്സാണ് ഈ പറഞ്ഞത്. അപ്പം മകൻ ഇപ്പോൾ എത്ര വയസ്സുണ്ടോ അതിന്റെ 3 മടങ്ങിനോട് 5 കൂട്ടുമ്പോഴാണ് അച്ഛന്റെ വയസ്സ് കിട്ടുന്നത്. മകൻ ഇപ്പോൾ എക്സ് വയസ്സാണെങ്കിൽ അച്ഛനിപ്പോൾ അതിന്റെ 3 മടങ്ങ് 3x എത്ര കൂട്ടണം? 5 കൂട്ടുമ്പോൾ കിട്ടുന്ന വയസ്സാണ് അച്ഛന്റെ വയസ്സെന്ന് പറയുന്നത്. ഈ അച്ഛന്റെ വയസ്സെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര? 44 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന്റെ വയസ്സെന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ. അപ്പോൾ അച്ഛന്റെ വയസ്സ് 44 ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, അച്ഛന്റെ വയസ്സ് നമുക്ക് അച്ഛന്റെ വയസ്സ് എത്ര? മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 കൂട്ടുന്നത്. അപ്പൊ അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്ന മകന്റെ വയസ്സ് എക്സ് അല്ലയോ? എക്സിന്റെ 3 മടങ്ങെന്ന് വെച്ചാൽ 3x. ഈ 3x എത്ര കൂട്ടുക? 5 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ആരുടെ വയസ്സ്? അച്ഛന്റെ വയസ്സ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര? 44 വയസ്സെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് ആദ്യം ഈ മകന്റെ വയസ്സായ എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കണേ 5 പ്ലസ് ചെയ്തേക്കാം, അപ്പുറത്തുമ്പോൾ മൈനസ് ചെയ്യണം. അപ്പോൾ 3x = 44 മൈനസ് 5 സമം 3x പ്ലസ് 5 അപ്പുറത്തുമ്പോൾ മൈനസ് 5. അപ്പൊ 44 5 കുറച്ച് എത്ര ഇട്ടോടൂ? 39 എന്ന് കിട്ടും. 44 5 കുറച്ചാൽ 39. നമുക്കിവിടെ എക്സ് ആണ് വേണ്ടത്. എക്സ് വേണമെന്നുണ്ടെങ്കിൽ 39. ഈ 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കും, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ചെയ്തേക്കുന്ന 3 ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3 3 9. അപ്പോൾ എക്സിന്റെ വാല്യൂ 13 എന്ന് കിട്ടും. എക്സ് എന്ന് വെച്ചാൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ്. മകൻ ഇപ്പോഴെത്ര വയസ്സുണ്ടോ എന്ന് വെച്ചാൽ 13 വയസ്സുണ്ട്. അതിന്റെ 3 മടങ്ങെന്ന് വെച്ചാൽ എത്ര? 39. അതിനോട് 5 കൂട്ടുമ്പോൾ 39 5 44. അതാണ് അച്ഛന്റെ വയസ്സായ 44 കിട്ടും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 7 വർഷം കഴിയുമ്പോഴുള്ള മകന്റെ വയസ്സ് എത്രയാണ്? ഇപ്പോൾ 13 വയസ്സുള്ള മകന് 7 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 7 years 7 വർഷം കഴിയുമ്പോൾ ഒരു 7 വയസ്സൂടെ കൂടത്തിലൂടെ. ഇപ്പോൾ 13 വയസ്സുള്ള മകന് 7 വർഷം കഴിയുമ്പോൾ 7 വയസ്സൂടെ കൂടും. 13 7 കൂടുമ്പോൾ 20 വയസ്സ് നീട്ടി. അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് 44, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 13, 7 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സ് എത്രയാണെന്ന് വെച്ചാൽ 20 വയസ്സുമാണ്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രവി, റഹീം, ജോൺ എന്നിവർക്ക് 4500 രൂപയുടെ 2 ഭാഗവും 6 ഭാഗവും 4 ഭാഗവും യഥാക്രമം നൽകുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ ലഭിക്കും? രവി, റഹീം, ജോൺ, ഇവർ 3 പേര്. രവി, റഹീം, ജോൺ, ഇവർക്ക് 4500. ഓക്കെ, രവി, റഹീം, ജോൺ, ഇവര് 4500. എങ്ങനാ? ഒരാൾക്ക് രവിക്ക് 2, റഹീമിന് 6, ജോണിന് 4. ഇങ്ങനെയാണ് കിട്ടുന്നത്. രവിക്ക് 2 ഭാഗം കിട്ടും, റഹീമിന് 6 ഭാഗം കിട്ടും, ജോണിന് 4 ഭാഗം കിട്ടും. മൊത്തം അവരയിലുള്ള തുക 4500 രൂപയെങ്കിൽ 4500 എങ്കിൽ ജോണിന് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോൺ അപ്പോൾ മൊത്തം അവരയിൽ 4500 രൂപയുണ്ട്. അതിൽ 2 ഭാഗം രവിക്കും കൊടുക്കും, 6 ഭാഗം റഹീമിന് കൊടുക്കും, 4 ഭാഗം ജോണിന് കൊടുക്കും. അപ്പൊ മൊത്തം എത്ര ഭാഗമായിട്ട് വീതിച്ചേ? 2 + 6 + 4. മൊത്തം വീതിക്കുന്നത് 2 + 6 + 4 ആണ്. അപ്പൊ 12 ഭാഗമായിട്ടാണ് ഇത് മൊത്തം വീതിക്കുന്നത്. മൊത്തം 12 ഭാഗം. ഈ 12 ഭാഗത്തിൽ മൊത്തം 6 + എത്ര? 6 + 4 + 2, 6 4 10 2 12 ഭാഗം. ഈ 12ൽ 2 ഭാഗം രവിക്ക് കിട്ടും, 12ൽ 6 ഭാഗം റഹീമിന് കിട്ടും, 12ൽ 4 ഭാഗം ജോണിന് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജോണിന് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജോണിന്റെ കേസാണ് നമുക്ക് അറിയേണ്ടത്. ജോണിന് എത്ര കിട്ടുമെന്ന് വെച്ചാൽ മൊത്തത്തിൽ 12 ഭാഗമാണ്. ഈ 12ൽ 4 ഭാഗമാണ് ജോണിന് കിട്ടുന്നത്. 12ൽ 4 ഭാഗം. ഈ 12 എന്ന് പറയുന്നതാണ് മൊത്തം ഭാഗം. കാര്യം എന്താ? ഇതെല്ലാടെ കൂട്ടുന്നതാണ് മൊത്തം. ഈ മൊത്തം എന്ന് പറയുന്നതാണ് 12 ഭാഗം. അതിൽ 4 ഭാഗമാണ് ജോണിന് കിട്ടുന്നത്. ഈ 12 എന്ന് പറയുന്ന മൊത്തം ഭാഗവും മൊത്തം വീതിക്കുന്ന തുക എത്ര? 4500. ആ 4500 ആണ് മൊത്തം. അതെന്ന് പറയുന്നത് 12. അതിൽ ജോണിന് കിട്ടുന്നത് 4 ഭാഗം. ഇവിടെ വെട്ട 1 4 4 3 4 12, 1 3 3 15 3 45, 15 ഗുണം 15 2 0 1500. റഹീമിന് ജോണിന് കിട്ടുന്നത് 1500 രൂപയാണ്. അപ്പോൾ എന്തുവാ? ജോണിന്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. മൊത്തത്തിൽ 12, 12ൽ 4 ഭാഗം. ഇനി റഹീമിനെ ചോദിച്ചാൽ 6 കൊടുക്കണം, രവിയെ ചോദിച്ചാൽ 2 കൊടുക്കണം. ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി. 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭം ലഭിക്കും? ക്വസ്റ്റ്യൻ നോക്കിയേ. രാഹുൽ ആണെങ്കിൽ 2500 രൂപ കൊടുത്ത് ഒരു പഴയ TV വാങ്ങി.
1000 രൂപ കൊടുത്ത് അത് റിപ്പയർ ചെയ്തു, അതും പിന്നീട് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ അയാളുടെ ലാഭശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ഓക്കെ, ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇങ്ങനെയാണ് ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. എന്തോ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ ഈ വാങ്ങിയ വില എങ്ങനെയാന്ന് വെച്ചാൽ, ഇതയാൾ വാങ്ങിയ വില എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 കൊടുത്താണ് അയാളത് വാങ്ങിയത്. 2500 കൊടുത്താണ് അത് വാങ്ങിയത്. പിന്നെ എന്തോ 1000 രൂപ കൊടുത്താൽ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധനത്തിന്റെ പുറത്ത് ഒരാൾക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടോ ആ മൊത്തം ചെലവോടെ കൂട്ടിയിട്ടാണ് അതിനെ വാങ്ങി വിലയായിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? 2500 കൊടുത്ത് TV വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താ? 1000 രൂപ കൊടുത്താൽ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ 2500 പ്ലസ് 1000 3500 രൂപ മൊത്തത്തിലായേക്ക് അതിനകത്ത് ചെലവായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാങ്ങി വില ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3500 രൂപ. വാങ്ങി വില 3500 രൂപ. കാര്യം എന്താ? 2500 രൂപയ്ക്ക് വാങ്ങി 1000 രൂപ കൊടുത്ത് റിപ്പയർ. അപ്പൊ 3500 രൂപയാണ് അതിന്റെ വാങ്ങി വില. പിന്നീട് അത് വിറ്റ വില എന്ന് പറയുന്നത് എത്ര? 3850 രൂപ. അപ്പൊ വാങ്ങി വില 3500 രൂപയും വിറ്റ വില 3850 രൂപയാണെങ്കിൽ അയാളുടെ ലാഭം എന്ന് പറയുന്നത് 3850 മൈനസ് 3500 സമം 350 രൂപയായിരിക്കും അയാളുടെ ലാഭം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അയാൾ വാങ്ങിയ വില 3500, വിറ്റ വില 3850. അപ്പൊ ലാഭം എന്ന് പറയുന്നത് 350 രൂപയാണ്. കാര്യം ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായിട്ട് പോയിന്റ്. 2500 കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് അതിന്റെ പുറത്ത് മൊത്തത്തിൽ ചെലവായ തുകയുടെ വാങ്ങിയ വില ആയിട്ട് എടുക്കണം. അപ്പോൾ 3500 രൂപയാണ് വാങ്ങിയ വില. എന്താണ്? 3850 രൂപയ്ക്ക് വിറ്റാൽ 350 രൂപ ലാഭം. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എന്ന് പറയുന്നത് 350 രൂപ ബൈ വാങ്ങിയ വില 3500 രൂപ ഇൻറ്റു 100. ഈ 2 0 ഇട്ടോ, 1 35 1 10. ആൻസർ 10% ആ കച്ചവടത്തിലേക്ക് ലാഭം. എത്രയാണ്? ആ കച്ചവടത്തിലേക്ക് 10% ലാഭം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോട്ടോയിലെ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമെന്ത്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകനാണ്. എങ്കിൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമെന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഇതെന്താ പറയുന്നത്? ഒരു മെന്നെ ചൂണ്ടിക്കാണ്ടുകൊണ്ട് ഒരു ലേഡി പറയുക, ഒരു വുമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയുക, ഇയാളുടെ ഈ മെൻ്റെ സഹോദരൻ ബ്രദർ, ഈ മെന്നിന്റെ സഹോദരന്റെ അച്ഛൻ, ഈ പുരുഷന്റെ സഹോദരന്റെ അച്ഛൻ, ഈ പുരുഷന്റെ സഹോദരന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരെ അച്ഛന്റെ കേസാണ് പറയുന്നത്. കാര്യം ഇവർ സഹോദരന്മാരാണെന്നുമ്പോൾ ഈ സഹോദരന്റെ അച്ഛനും ഇയാളുടെ അച്ഛനും ഒന്ന് തന്നെയല്ലയോ? ഈ രണ്ടുപേരുടെയും അച്ഛൻ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന സ്ത്രീയുടെ മുത്തച്ഛന്റെ, സ്ത്രീയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകൻ. ഇയാളുടെ മുത്തച്ഛന് ഒരേ ഒരു മകൻ, ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന് ഒരേ ഒരു മകനെ ഉള്ളൂ എങ്കിൽ, ഈ മുത്തച്ഛന് ഒരേ ഒരു മകനെ ഉള്ളൂ എങ്കിൽ അത് ഈ സ്ത്രീയുടെ അച്ഛനായിരിക്കും. ഈ സ്ത്രീയുടെ അച്ഛനാണ് ഇയാളുടെ അച്ഛൻ. ഈ സ്ത്രീയുടെ ഗ്രാൻഡ് ഫാദറിന്റെ, ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ, ഈ ഗ്രാൻഡ് ഫാദറിന്റെ മുത്തച്ഛന്റെ ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ എന്ന് പറയുന്നത് ഇയാളുടെ സഹോദരന്റെ അച്ഛൻ. ഇയാളുടെ സഹോദരന്റെ അച്ഛനാണ് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ. ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന് ഒരേ ഒരു മകനെ ഉള്ളൂ എങ്കിൽ അത് ഈ പെൺകുട്ടിയുടെ അച്ഛനായിരിക്കും. ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ആളാണ് ഈ ആളുടെ സഹോദരന്റെ അച്ഛൻ. എന്ന് വെച്ചാൽ ഇവരുടെ 3 പേരുടെയും അച്ഛനാണ് ഈ പറയുന്ന ആള്. എന്ന് വെച്ചാൽ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിക്കൊണ്ട് ഒരു സ്ത്രീ പറയുവാണ്, ഈ പുരുഷനെ ചൂണ്ടിക്കാണ്ട് സ്ത്രീ പറയുകയാണ്, ഈ പുരുഷന്റെ സഹോദരന്റെ അച്ഛൻ, ഈ പുരുഷന്റെ സഹോദരന്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ. ഈ പെൺകുട്ടിയുടെ മുത്തച്ഛന് ഒരേ ഒരു മകനെ ഉള്ളതെങ്കിൽ അത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ. ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഇവരെ രണ്ടുപേരുടെയും അച്ഛൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവർ 3 പേരും ഒരാളുടെ മക്കളാണെന്നാണ് അർത്ഥം. എങ്കിൽ ഈ സ്ത്രീക്ക് ഈ പുരുഷനുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ സഹോദരനാണ്. മനസ്സിലായോ? സഹോദരൻ.
ഓക്കെ, സഹോദരനാണ് ഈ പുരുഷന്റെ, ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് ഈ സ്ത്രീ, അല്ല ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് ഈ പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ സഹോദരനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണ് എങ്കിൽ ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? ഒരു ടാങ്ക് നിറയ്ക്കാൻ 6 പൈപ്പുകൾ, ഒരു ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂറും 30 മിനിറ്റും വേണം. 6 പൈപ്പുകൾ തുറന്നാൽ ഒരു ടാങ്ക് നിറയ്ക്കാൻ വേണ്ടി 1 മണിക്കൂറും 30 മിനിറ്റും വേണം. എങ്കിൽ ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾ തുറന്നാൽ ഈ ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം എടുക്കും? മനസ്സിലായല്ലോ. 6 പൈപ്പുകൾ തുറന്നാൽ ഒരു ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂറും 30 മിനിറ്റും എടുക്കും. എങ്കിൽ 4 പൈപ്പുകൾ തുറന്നാൽ, അതേപോലെ ഇപ്പോൾ 4 പൈപ്പുകൾ തുറന്നാൽ ഈ ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. കാര്യമൊന്നുമില്ല. ഒരു 6 പൈപ്പുകൾ തുറന്നാൽ ഒരു ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂറും 30 മിനിറ്റും എടുക്കും. 30 മിനിറ്റ്, 1 മണിക്കൂറും 30 മിനിറ്റ്. അപ്പോൾ 6 പൈപ്പുകൾ തുറന്നാൽ 1 മണിക്കൂറും 30 മിനിറ്റും. 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ്. 30 മിനിറ്റ് കൂടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടാങ്ക് തുറന്നാൽ, ഒരു 6 പൈപ്പുകൾ തുറന്നാൽ ഈ ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് വെച്ചാൽ 90 മിനിറ്റ് എന്ന് എടുക്കാം. 90 മിനിറ്റ്. മനസ്സിലായല്ലോ. കാര്യം 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 മിനിറ്റ് പ്ലസ് 30 മിനിറ്റ് സമം 90 മിനിറ്റ് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. ഒരു 6 പൈപ്പുകൾ തുറന്നാൽ ഒരു ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് വെച്ചാൽ 90 മിനിറ്റും. എങ്കിൽ 4 പൈപ്പുകൾ തുറന്നാൽ എത്ര സമയം? 6 പൈപ്പുകൾ തുറന്നാൽ 90 മിനിറ്റ് എടുക്കുമെങ്കിൽ 4 പൈപ്പുകൾ തുറന്നാൽ എത്ര സമയം എടുക്കുമെന്ന് അറിയാൻ അതിനെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. 6 പൈപ്പുകൾ തുറന്നാൽ ഒരു ടാങ്ക് ഇറയാൻ 90 മിനിറ്റ് എടുക്കുമെങ്കിൽ 4 പൈപ്പുകൾ തുറന്നാൽ ആ ടാങ്ക് ഇറയാൻ എത്ര സമയം? നമുക്ക് വെട്ടാം. ഈ 2 4, 3 2 6. ഇവിടെ വെട്ടുമ്പോൾ എത്ര കിട്ടി? 45. 45 ഗുണം 3, 45 ഗുണം 3 എത്ര? 135 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. 135 മിനിറ്റ് എന്ന് കിട്ടും. 135 മിനിറ്റ്. ഓക്കെ ആണല്ലോ. 135 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് 4 പൈപ്പുകൾ തുറന്നാൽ ഈ ടാങ്ക് നിറയാൻ 135. അപ്പോൾ 6 പൈപ്പുകൾ തുറന്നാൽ ഒരു ടാങ്ക് ഇറയാൻ 90 മിനിറ്റ് ആണെങ്കിൽ 4 പൈപ്പുകൾ തുറന്നാൽ 135 മിനിറ്റ് എന്ന് കിട്ടും. 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റാണ്. 2 മണിക്കൂർ എന്ന് വെച്ചാൽ 120 മിനിറ്റ്. അപ്പോൾ 135 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ? 2 മണിക്കൂറും 15 മിനിറ്റും എന്ന് കിട്ടും. 15 മിനിറ്റ്. മനസ്സിലായല്ലോ. 1 മണിക്കൂർ 60 മിനിറ്റ്, 2 മണിക്കൂർ 120 മിനിറ്റ്, 135 ആകുമ്പോൾ 2 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് ആ ടാങ്ക് നിറയും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എയും ബിയും 10ൽ താഴെയുള്ള 2 എണ്ണൽ സംഖ്യകളാണ്. ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യകളിൽ ഒന്ന് ബിയെയും B3യും ബിയുടെയും B3യുടെയും ഗുണനഫലം 57A ആണ് എങ്കിൽ എയുടെ വില എത്ര? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബി 2 10ൽ താഴെയുള്ള 2 എണ്ണൽ സംഖ്യകളെ എയും ബിയും. അവയുടെ അക്കങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ബിയെയും B3യും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം, B3യും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ 57A എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എങ്കിൽ എയുടെ വില എത്ര? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ വില എത്ര. എക്ക് ഏത് വിലയായിരിക്കണം വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബിയെയും B3യും കൂടെ ഗുണിക്കുമ്പോൾ 57A എന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 3യും ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ എയും. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ആദ്യത്തെ സംഖ്യ ഈ എ തന്നെ ആയിരിക്കണം കിട്ടുന്നത്. കാര്യം എന്താ? ഈ 3ഉം ഇവിടെ കൊടുക്കുന്ന എക്ക് കൊടുക്കുന്ന വില ഏതാണോ അത് തമ്മിൽ ഗുണിക്കുമ്പോഴും നമുക്ക് എ തന്നെ ആയിരിക്കണം ഇവിടെ വരേണ്ട സംഖ്യ. അപ്പൊ നമുക്ക് നോക്കാം. ഉദാഹരണം, എക്ക് ഞാൻ 1 എന്നല്ല വില കൊടുത്തു. എക്ക് 1 വില കൊടുത്താൽ ഇവിടുത്തെ ആദ്യ സംഖ്യ 3, 1 3 3, ആദ്യം വരെ സംഖ്യ 3. നമുക്ക് ഈ എക്ക് കൊടുത്ത വില 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ 1 ആണ് വരേണ്ടത്. ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത് 3 ആണ്. ഇനി എക്ക് ഞാൻ 2 എന്നുള്ള വില കൊടുത്തു. എക്ക് 2 എന്നുള്ള വില കൊടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ 2 കൊടുത്താൽ ഈ എയുടെ വിലയായ 2ഉം ഈ ബിയുടെ വില 3 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6. പക്ഷേ ഈ 6 അല്ല ഇവിടെ വരേണ്ടത്. എക്ക് കൊടുത്ത വില ഏതാണോ അത് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. അപ്പൊ നമുക്ക് എന്താ? അതും പറ്റത്തില്ല. അടുത്തത് 3 ഒന്ന് കൊടുത്തു നോക്കിയേ. 3 കൊടുത്തു നോക്കാം. 3 കൊടുക്കുമ്പോൾ എന്താ? ഇവിടെ 3 കൊടുക്കുമ്പോൾ 3 9. ഇവിടെ എക്ക് 3 കൊടുത്താൽ ഇവിടെ 3 തന്നെയാണ് വരേണ്ടത്. ആദ്യത്തെ സംഖ്യ 3 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 9 ആണ് വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, എക്ക് ഞാൻ നമ്മുടെ ഓപ്ഷനിൽ തന്നെ എടുത്ത് വെക്കാം. അല്ല വേണ്ട, എക്ക് ഞാൻ 4 എന്നുള്ള വില കൊടുത്താൽ എയുടെ വില 4ഉം ബിയുടെ ഇവിടെ വാല്യൂ 3 ആണ്. 3 4 12. ആദ്യത്തെ സംഖ്യ 2 ആണ്. പക്ഷെ ഇവിടെ 2 അല്ല, ഇവിടെ കൊടുത്ത 4 തന്നെയാണ് ഇവിടെയും വരേണ്ടത്. അവസാന സംഖ്യ 4 ആയിട്ടാണ് വരേണ്ടത്. ഇനി ഓക്കെ, എക്ക് ഞാൻ 5 എന്നുള്ള വില കൊടുത്തു. ശ്രദ്ധിച്ചോണേ, എയുടെ വില 5. ഓക്കെ, എക്ക് ഞാൻ 5 എന്നുള്ള വില കൊടുത്തു. ഇപ്പൊ ഇവിടുത്തെ സംഖ്യ എന്ന് വെച്ചാൽ
5 എയുടെ വിലയായ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 5, ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 3 ഗുണിക്കുമ്പോൾ 3 5 15. ഈ 15ന്റെ ആദ്യത്തെ സംഖ്യ എത്ര? 5. ഈ 5 തന്നെയല്ലേ ഇവിടെ വരേണ്ടത്? ആദ്യത്തെ സംഖ്യ 5 ആയിട്ട്. ഇപ്പൊ ഈ കൊടുക്കുന്ന സംഖ്യ തന്നെ വേണം ഇവിടെ ആദ്യം വരാൻ. അപ്പോൾ 5 അല്ലാതെ വേറെ ഏത് സംഖ്യ കൊടുത്താലും ഇത് വരത്തില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി വേണം നോക്കാം. 6 എന്ന് കൊടുത്തു. എക്ക് 6 എന്ന് കൊടുത്താൽ 6ഉം ഈ 3 ഗുണിക്കുമ്പോൾ 3 6 18. ഈ 6 കൊടുക്കുന്ന 6 തന്നെ ആദ്യത്തെ സംഖ്യ പറഞ്ഞു. ആദ്യം കൊടുത്താൽ 6 ആണ്. ഇവിടെ 3ന്റെ കൂടെ ഈ 6 ഗുണിക്കുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 6 തന്നെ പറഞ്ഞു. പക്ഷെ ഇവിടെ 8 വന്നേക്കുന്നത്. ഇനി നോക്കിയേ 7 കൊടുത്തേ. 7 × 3 7 21. 21 ആകുമ്പോൾ ഇവിടെ 7 കൊടുത്തേ. ഇവിടെ 7 പറഞ്ഞു. പക്ഷെ ഇവിടെ 1 വന്നേ. ഇനി 8 കൊടുത്തേ. 8 കൊടുക്കുമ്പോൾ 3 8 24. ഇവിടെ 8 കൊടുത്തേ. ഇവിടെ 8 തന്നെ പറഞ്ഞു. പക്ഷെ ഇവിടെ 4 ആണ് വന്നത്. ഇനി നോക്കിയേ 9 കൊടുത്തേ. 9 കൊടുത്ത് 9 × 3 9 × 3 27. 27 കൊടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? 9 കൊടുത്ത് ഇവിടെ 9 തന്നെ വരണം. ഇനി നമുക്ക് നോക്കിയേ ഇവിടെ ഒരു 0 ഒന്ന് കൊടുത്തു നോക്കിയേ. 0 കൊടുക്കാം. 0 എക്ക് 0 എന്നുള്ള വാല്യൂ കൊടുത്താൽ 3ഉം 0 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. ഇവിടുത്തെ സംഖ്യ 0 തന്നെ വരും. അപ്പം നിങ്ങൾ ചോദിക്കും എന്നേ 0 വന്നുകൂടായോ എന്ന് ചോദിച്ചാൽ 0 ഒരു എണ്ണൽ സംഖ്യ അല്ല. 10ൽ താഴെ വരുന്ന ഒരു എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. അതുകൊണ്ടാണ് 0 കൊടുക്കുക. അപ്പോൾ 0 1 2 3 4 അല്ല 0 കൊടുക്കാൻ പറ്റത്തില്ല. 1 2 3 4 5 6 7 8 9 ഇവിടെ വരെ നമ്മൾ എടുത്തു കൊടുത്തപ്പോൾ 5 കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ തന്നെ ഈ എക്ക് കൊടുത്ത വാല്യൂ ഏതാണോ അത് തന്നെ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ശ്രദ്ധിച്ചോണം, 5 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇവിടെ കൊടുക്കുന്ന വാല്യൂ 3 കൂടെ ഗുണിക്കുമ്പോൾ ഈ കൊടുത്ത അതേ വില തന്നെ ആദ്യം വരണം. അപ്പോൾ ഇവിടെ 5ഉം ഇവിടുത്തെ 3 കൂടെ ഗുണിക്കുമ്പോഴാണ് ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ ആയ 5 വരുന്നത്. നമ്മുടെ ആൻസർ 5 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് നിങ്ങൾ എടുത്തിട്ട് ഗുണിച്ച് നോക്കിയാലും മതി, നമുക്ക് ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തിരിച്ച് കമൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ ഉബൈദ് സൈനിങ് ഔട്ട്.